ആ പാട്ട് നമ്മൾ ലാലേട്ടനോടെ ഞാൻ സ്റ്റേജിൽ പാടിയാണ്. ഫിനാലേക്ക് പാടിയ പാട്ട് അതാണ്. ഞാനും റിമിയും ലാലേട്ടനും കൂടെ പാടിയത് എല്ലാ സ്റ്റേജും യുഎസിൽ എല്ലാ സ്റ്റേജിലും. പക്ഷെ അന്നൊരു എന്റെ ഏറ്റവും വലിയ ഗതികേട് വെച്ചാൽ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല. അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഡെയിലി ലാലേട്ടനോട് പറഞ്ഞ പല പല കോസ്റ്റ്യൂമിൽ നമ്മളൊന്ന് പാടുന്നത് ഇതിങ്ങനെ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര വൈറലായിട്ട് ഹിറ്റ് ആവാണ്ടിരിക്കണമെന്നാണ്. അത്രയും പെട്ടെന്ന് നമ്മൾ വെറുപ്പിക്കും. നമ്മൾ ഭയങ്കര ടോപ്പിലും അല്ല ഭയങ്കര താഴെയല്ല, ഇതിന്റെ ഇടയിൽ കിടക്കുന്നവർക്ക് വലിയ തലവേദന. എന്റെ പാട്ടിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് SP സാറിന്റെ പാട്ടുകൾ കേൾക്കണമല്ലോ. ഇതുപോലൊരു പാട്ടുകാരൻ എന്റെ ജീവിതം അങ്ങനല്ല. കാറ്റാടി തണലും തണല ഇപ്പോഴും ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. ഇനിയും നല്ലൊരു അവസരം കുളിരും മാറ്റുള്ളൊരു ഈ പാട്ട് അവിടെ ഡയറക്ടർ കേക്കിലും ഓക്കെ ഇടനാഴിയില. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ രമേശ് ബാബു ആണ്. നമുക്ക് ടോക്ക് ഫ്രെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഇന്ന് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ഇപ്പൊ, ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. കാരണം വെച്ചാൽ ഇപ്പം ഒരുപാട് ന്യൂ സിംഗേഴ്സ് വരുന്നുണ്ടല്ലോ. അത് ഒരുപാട് ഇപ്പൊ ചാനലിന്റെ കഴിയുമ്പോഴേക്കും അടുത്ത അവർക്ക് അത് കഴിയുമ്പോഴാണ് പുറത്തേക്ക് ഷോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് കുറച്ച് ഇതിൽ നിൽക്കുന്ന നമ്മുടെ റേറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് വലിയ ഘടകമാണ്. ഇപ്പം ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ആഫ്റ്റർ കൊറോണ നമുക്ക് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന വലിയ വിഷയമാണ് പ്രോഗ്രാം നടത്തുമ്പോൾ. എന്നാൽ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പണ്ടൊക്കെ നമുക്ക് വെറുതെ ഷോ ചെയ്യുമ്പം ബാക്കിൽ LED വോളോ അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇപ്പം LED വോൾ മസ്റ്റാണ്, ലൈറ്റപ്പ് മസ്റ്റാണ്. അപ്പം അതിനൊരു നല്ലൊരു എക്സ്പെൻസ് ആവും. പിന്നെ സൗണ്ട് സിസ്റ്റം എല്ലാത്തിനും ബാക്ക് ഡ്രോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാറിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഏത് ഷോ കണ്ടാലും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞ തിരക്ക് എന്ന് പറഞ്ഞാൽ അത്ര തിരക്കല്ല, എന്നാ തിരക്കാണത്. ഇങ്ങനെ പ്രോഗ്രാംസ് പണ്ട് ഗാനമേളയുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടൈമിലൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു 10-20 വർഷം മുമ്പൊക്കെ നമ്മൾ ജനിച്ചിട്ട് വരുന്ന സമയമാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ പോയി കഴിഞ്ഞ് ഒരു 5 റൗണ്ടിൽ നമ്മൾ വന്നാൽ തന്നെ നമ്മൾ ഫെമിലിയറായി. ഓട്ടോമാറ്റിക്കലി നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ ഫെയിമായി. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. നമ്മൾ പ്രോഗ്രാമിന് പാടാനൊരു അവസരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ അവസരം നമ്മൾ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് ഓടി നടന്ന് ഒരു അവസരത്തിന് വേണ്ടി നടന്ന് ആ അവസരം കിട്ടി അതിൽ തന്നെ നമ്മളുടേതായിട്ടൊരു പ്രൊമനന്റ് ആയിട്ടുള്ളൊരു പേരുണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് വെയിറ്റിംഗും ആണത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഞങ്ങളുടെ അവിടെ എൻ്റെ ചേട്ടൻ തബല വായിക്കും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി ഏഞ്ചൽ വോയിസ് ഒക്കെ പാടിക്കൊണ്ടിരുന്ന ആളാണ്. പുള്ളി എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് പുള്ളി താമസിക്കുന്നത് തന്നെ ഒരു പാലത്തിൻ്റെ അടിയിലൊരു കൂര വെച്ചിട്ടൊക്കെ താമസിക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്ക് പാട്ട് പഠിക്കാനൊന്നും മാർഗമില്ലാത്തൊരു സമയത്ത് തിയേറ്ററിൽ അന്ന് 50 പൈസ കണ്ട ടിക്കറ്റ് ബെഞ്ചിൽ പോയിരുന്ന് കാണുന്നതിന് പുള്ളി അത് പോയി 10 പ്രാവശ്യം പോയി കാണുമ്പോഴാണ് പുള്ളി പാട്ട് പഠിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അതിനുള്ള ആവതില്ലായിരുന്നു. അന്ന് ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ആ പുള്ളി ഒരിക്കലും നമ്മളോട് വന്ന് പറഞ്ഞു, എടാ നമുക്കിങ്ങനെ പാട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് വെച്ചിട്ട് ചുമ്മാ പാടിയാലോ. അപ്പോൾ വീടിൻ്റെ അടുത്തൊരു കീബോർഡ് വായിക്കുന്ന പയ്യുണ്ട്. കീബോർഡ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കീബോർഡ്, ഗ്യാസിയുടെ ഒരു ചെറിയ കീബോർഡേ ഉള്ളൂ. ഇത് ഈ വെളുത്തിട്ടിരിക്കുന്ന ഒരു കീബോർഡ്. അന്ന് അത് തന്നെ അത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. അങ്ങനെ ചെറിയൊരു അമ്പലത്തിൽ ഒരു പ്രോഗ്രാം കിട്ടി. ഓടിപ്പോയ പ്രോഗ്രാം 500-600 രൂപയ്ക്കാണ് ടോട്ടൽ പ്രോഗ്രാം ചെയ്യണം. അന്ന് ഈ കീബോർഡും വെച്ചിട്ടല്ലേ? കീബോർഡ് എൻ്റെ ചേട്ടൻ തബല വായിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗിറ്റാറിസ്റ്റ് ജിഗി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയും അപ്കമിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരും വന്നിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ അവർ പറഞ്ഞ പാട്ടുകാരൊക്കെ നല്ലതാണ്, പക്ഷെ നമുക്ക് നിങ്ങൾ കുറച്ചുകൂടി സെറ്റ് ആവാറുണ്ടെന്നുള്ളത് പബ്ലിക്കിൻ്റെ റെസ്പോൺസ്. ബഡ്ജറ്റിലൊന്നുമില്ല നമുക്കങ്ങനെ. അങ്ങനെ നാട്ടുകാരെ നിന്ന് പിരിച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് ആ ഷോയിലാണ്. അതിനു മുമ്പ് കുറച്ച് ഷോ ചെയ്തെങ്കിലും ഞാൻ പറഞ്ഞ പബ്ലിക് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും 2-3 ആർട്ടിസ്റ്റിൽ വിളിച്ചിട്ട് ഒരു ഷോ ചെയ്യണം. അങ്ങനെ ഒരു ഗിറ്റാറിസ്റ്റ്, ഒരു കീബോർഡിസ്റ്റ്, ഒരു ഡ്രമ്മറെ നമ്മൾ ഹയർ ചെയ്തു. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളും കൂടെ വായിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ UP സ്കൂൾ, അവിടെ തന്നെ ഒരു സ്റ്റേജിൽ നാട്ടുകാരുടെ മുമ്പിൽ ഷോ ചെയ്തപ്പോഴാണ് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അത് വന്നത്. ആ ഷോ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്ന ഒരു ഗുരുനാഥനുണ്ട്, ദിവാകരൻ എന്ന് പറഞ്ഞിട്ട്.
അപ്പം ഞാൻ ഈ പുള്ളിനെ വിളിച്ച് ഞങ്ങളുടെ ഒരു പരിപാടി ചേട്ടൻ വന്നൊന്ന് പാടുമെന്ന് വെച്ചിട്ട് അങ്ങനെ പുള്ളി വന്ന് പാടുന്നു. അപ്പോൾ പുള്ളി ലീഡിങ് സിംഗറുമായി. അപ്പം ഒരു സ്റ്റാൻഡേർഡ് വന്നല്ലോ അങ്ങനത്തെ. അങ്ങനെ പുള്ളി പാടി ഇതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേനും അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് രമേഷ് ബാബു ഒരു കാര്യമുണ്ട് ഒന്നെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒഫീഷ്യലി വിളിക്കുള്ളൂ, രമേഷ് ബാബു എന്നുള്ള ഒഫീഷ്യൽ വിളിയൊക്കെ വിളിക്കുള്ളൂ. എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് നാളെ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ച് എൻ്റെ അടുത്ത് അന്നത്തെ ദിവസം തന്നെ ചോദിക്കാം. അപ്പം ഫസ്റ്റ് നമ്മളൊരു പ്രൊഫഷണൽ ഷോ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു എന്ത് ചേട്ടാ അങ്ങനെ പറയണ, ചോദിക്കേണ്ട കാര്യമുണ്ടോ, വരാൻ പറഞ്ഞാൽ പോലെ നമ്മളൊരു അവസരത്തിൽ കാത്തിരിക്കാം. അപ്പോൾ അവിടെ പ്രൊഫഷണൽ സിംഗറുടെ ശ്രീജ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇവരൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, ഇവരെ കൂടെ നമുക്ക് എന്തെങ്കിലും പാടാൻ ഭാഗ്യം കിട്ടുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഈ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അവരായിട്ട് ആ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി, അല്ല നമ്മൾ അടിച്ചു പൊളിച്ചു. വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ എന്നെ അന്വേഷിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വന്നിരിക്കുകയാണ്, ഈ ഗിറ്റാറിസ്റ്റും ഡ്രമ്മറും കൂടി. എടാ നീ എന്താ പരിപാടി വേറെ, നമുക്ക് ഇന്ന് വൈകിട്ട് പെരുമ്പാവൂർ പ്രോഗ്രാം ഉണ്ട് ജയറാമിൻ്റെ വീടിൻ്റെ അമ്പലത്തിൽ, അവിടെ വിളിക്കുന്നു. ആ ഒരു കോളാണ് എൻ്റെ ലൈഫിലേക്കുള്ള ടേണിംഗ് പോയിന്റ്, എൻ്റെ ഗുരുനാഥൻ്റെ കോൾ. ആ കോളിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ഒരു ഔട്ട്സൈഡ് ഒരു പ്രോഗ്രാമിന് ഞാൻ പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിറ്റേ ദിവസം അവരൊന്ന് വിളിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു യാത്ര തന്നെ അവിടെ സ്റ്റാർട്ടാണ് ശരിക്കും. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ഈ ഉള്ളിലെ ഈ പാട്ട് ഉണ്ടെന്ന് ആരാണ് കണ്ടുപിടിച്ചത്? ചെറുപ്പം തൊട്ടേ ഞാൻ പാടും. അതായത് എൻ്റെ വീട്ടിലെല്ലാവരും വെറുതെ ഒരു മുളിപ്പാട്ട് പാടുന്നവരാണ്. ചെറിയച്ഛൻ പാടും, ചെറിയമ്മ പാടും. ചെറിയച്ഛൻ പണ്ട് അവരുടെ ഗ്യാങ്ങുകളായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഗാനങ്ങളൊക്കെ നടത്താൻ പോകും. അന്ന് അവർ പാടുന്ന പാട്ടുകൾ പഴയ മലയാള പാട്ടുകളല്ലോ, സംഗമം സംഗമം അങ്ങനത്തെ പാട്ടുകളൊക്കെ. അപ്പം ഞാൻ വാശി പിടിച്ച് പുള്ളിയുടെ കൂടെ പോകാൻ ആദ്യം കൊണ്ടുപോകില്ല, അങ്ങനെ വല്ലപ്പോഴും പുള്ളി ഒരുക്കി കൊണ്ടുപോകും. അപ്പം അന്നോട്ട് നമുക്ക് ഈ പാട്ടിനോട് ക്രേസ് ഉണ്ട്. അപ്പം ഇവരൊക്കെ പാടണ കേട്ടിട്ടും പിന്നെ ചെറുപ്പം തൊട്ട് എനിക്കൊരു ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സീനിയേഴ്സ് നമ്മുടെ ഫാദറിൻ്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള പാട്ടുകൾ അത് തൊട്ടേ കേൾക്കാൻ തുടങ്ങുന്ന ആളാണ്. അപ്പം ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അങ്ങനത്തെ സംഭവത്തിൽ. എന്നെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ആരും എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല. പഠിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഗുരുനാഥന്റെ അടുത്ത് പഠിച്ചാണ് ഒരു 3 വർഷം 4 വർഷം കഷ്ടി. അതൊന്നും വലിയ പഠിത്തമല്ല. അപ്പൊ ഈ ചെറിയ സമയത്തുള്ള കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ പങ്കെടുക്കും. സ്കൂൾ കോമ്പറ്റീഷൻ, പഞ്ചായത്ത് തലത്തില് അങ്ങനെയൊക്കെ ആണല്ലോ. പണ്ടൊന്നും ഇങ്ങനെ സംഭവമില്ലല്ലോ. അങ്ങനെ കുറെ കോമ്പറ്റീഷനിലൊക്കെ പോയി പാടും. ചിലത് പ്രൈസ് കിട്ടും, ചിലത് ഉണ്ടാവില്ല. അങ്ങനെ വന്നിട്ടുള്ള അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ കയറി വന്നത്. പക്ഷെ നമ്മൾ ഗാനമേള ഫീൽഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആ സ്റ്റൈല് നമ്മൾ വേറെ രീതിയിലാണ് പ്രൊമോട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേജിൽ ഡാൻസ് ചെയ്ത് പാടുന്ന ഒരു സിസ്റ്റം പോലും ഞങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പണ്ടൊക്കെ നമ്മൾ പാടുമ്പോൾ എത്ര ഫാസ്റ്റ് പാടിയാലും വെറുതെ നിന്നേ പാടത്തുള്ളൂ. സത്യം അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് തോന്നാറില്ല എന്നൊന്നും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പറയുമ്പോൾ നമ്മൾ അറിയാതെ മൊമെന്റ്സ് വരും ആർക്കായാലും. ഇപ്പോഴത്തെ ട്രെൻഡ് അടിച്ചൊക്കെ അത് സ്റ്റെപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഫീമെയിൽ ആയാലും മെയിൽ സിംഗേഴ്സ് ഡ്യുവറ്റ് പാടുമ്പോൾ. അപ്പൊ അതിൽ നിന്നൊരു ഇപ്പൊ ഒരു ഡാൻസ് ഒരു പാട്ട് ചെയ്യുമ്പോൾ മൊമെന്റ്സ് ഇട്ട് ചെയ്യണമെന്നുള്ളതും പിന്നെ നമ്മളൊരു നല്ല കോസ്റ്റ്യൂം വെയർ ചെയ്യണമെന്നുള്ളതൊക്കെ അതിന്റെ തുടക്കകാലഘട്ടം ഞങ്ങൾ കുറച്ചൊക്കെ ആൾക്കാരായിരുന്നു. അപ്പൊ ഇപ്പൊ എവിടെ നോക്കിയാലും ജാക്കറ്റ് ഒക്കെ ഇട്ട് ബ്ലേസർ ഒക്കെ ഇട്ടല്ലോ വരുന്നത്. ഇതൊക്കെ തുടങ്ങിയത് ഒരു കാലഘട്ടത്തിൽ നമ്മളായിരുന്നു. ഞാൻ എല്ലാ ഫോട്ടോസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊരു ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് നീട്ടി പെർഫോം ചെയ്ത് പാടുക എന്നുള്ളത് ടഫാണ്. പിന്നെ പെർഫോം ചെയ്തുകൊണ്ട് കാര്യമില്ല, ആ കാണുന്ന പബ്ലിക്കിന് ഇറിറ്റേറ്റ് ചെയ്യാത്ത പെർഫോമൻസ് കൂടെ ഉണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം എല്ലാവരും വന്ന് ഡാൻസ് കളിച്ച് പോകുന്നുണ്ട്, കുറേ പേര് ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും ആസ്വദിക്കും. പക്ഷെ ചിലർ കാണുമ്പോൾ തന്നെ അവിടെ ഒരു ചിരി വരും അവരുടെ മുഖത്ത് നമ്മൾ ചെയ്യണതാണെന്ന്. പ്രത്യേകിച്ച് ഫാമിലീസ് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. അതായത് അവർക്ക് ആ ക്യൂട്ട്നെസ് ഇഷ്ടമാണ് നമ്മളാ ചെയ്യുന്നത്, അതാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ചില മൊമെന്റ്സ് അത് ഇഷ്ടപ്പെടുന്ന രീതി ചെയ്യുമ്പോൾ അവർ കൊള്ളാന്നുള്ളത് തോന്നും. പക്ഷെ ഒരുപാട് ഡാൻസ് ചെയ്യുമ്പോൾ പിന്നെ ഡാൻസ് ചെയ്യാൻ പോലെ എന്നുള്ള രീതിയിൽ ചിന്ത വരും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് തുടങ്ങി എല്ലാവരും പ്രോഗ്രാം. അല്ല, പുറത്ത് തുടങ്ങി. അതും ഞാൻ ഇതുപോലെ ഒരുപാട് ആഗ്രഹിച്ചത് ഗൾഫിൽ പോകണം. പലരും പോകുന്നത്, നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. അങ്ങനെ കാത്തിരുന്നാണ് നമുക്കൊരു ഷോ വന്ന് പെടുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗൾഫിലേക്കുള്ള ഒരു ഇത് തരുന്നത് കോട്ടയം നസീറാണ്. ആക്ച്വലി കോട്ടയം നസീർ ഞങ്ങൾ പാടുമ്പം ഇവിടെ പുള്ളി ഇവിടെ ഇല്ല, ഈ എറണാകുളത്തൊരു ട്രൂപ്പുകളിലൊന്നും ഇല്ല, അവിടുത്തെ എവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കൊച്ചിൻ ഓസ്കറിലൊക്കെ സീനിയർ, നമ്മളവിടുത്തെ മെയിൻ സിംഗറായി മാറി. അപ്പൊ അബി, നാദിർ ഷാ, ദിലീപ് ഞങ്ങളൊക്കെ ഒന്നിച്ചായിരുന്നു ഒരു സമയത്ത്. ദിലീപ്, അബി, നാദിർ ഷാ അവര് മിമിക്രി, കൊച്ചിൻ ഓസ്കാറിന്റെ മിമിക്രി, ഞങ്ങൾ കൊച്ചിൻ ഓസ്കാറിന്റെ പാട്ടുകാർ. ചിലപ്പോൾ ഒന്നിച്ചു പോകും. ഒരു ട്രെയിനിലൊക്കെ പോയ അനുഭവങ്ങളുണ്ട് ഞാനും ദിലീപ്. അന്ന് അബി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർഡമാണ് പുള്ളിക്ക്. മമ്മൂട്ടി കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റാർഡം കിട്ടുന്ന ഒരു ആളായിരുന്നു അബി. സ്റ്റേജിലൊക്കെ വരുമ്പോൾ അത്ര പെർഫോമൻസ് ആയിരുന്നു.
അപ്പോൾ ദിലീപ് നാദിർഷവരൊക്കെ ഒന്നുമല്ല അവരെ മുമ്പിൽ. അങ്ങനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തലശ്ശേരിയിലെ ഒരു പ്രോഗ്രാം, ഞങ്ങൾ എല്ലാം ട്രെയിനിനാണ് പോയത്. ആ ഷോയിൽ അവിടെ ചെന്നിട്ട് അഭി പറയാണ്, എടാ ഞാൻ മമ്മൂക്കാനെ കാണാൻ പോകുന്നുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അത് ഭയങ്കരമായിട്ട്. അപ്പോൾ ദിലീപിന് ആദർശം കൂടെ കാണാൻ പോകുന്നതും കേട്ടാ ഞാൻ നല്ല അതൊക്കെ ഒരു വല്ലാത്തൊരു മെമ്മറീസ് ആട്ടോ. അത് എങ്ങനെയൊക്കെ വന്നവരാന്നറിയോ? അത് കലാഭവൻ മണി ഞാൻ കലാഭവനിലുള്ളപ്പോൾ മണി അതിനകത്തില്ല, കലാഭവൻ മണി ഇല്ല കലാഭവനിൽ. പക്ഷെ പുള്ളി അതിനുശേഷം വന്നിട്ടൊരു ഷോയ്ക്ക് പോയി ഇതുപോലെ തലശ്ശേരിയിൽ അതേ സ്ഥലത്ത് തന്നെ ഒരു ഷോയിൽ ഒറ്റയ്ക്ക്, ബാക്കി ഞങ്ങളുടെ ആദർശം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഷോയിൽ സിസ്റ്റം ഭയങ്കര ഫ്ലോപ്പായി പോയി. ഈ പുള്ളി വന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന പരിപാടി തിരിച്ച് കയ്യിലെടുത്ത് പുള്ളി എല്ലാവരെയും മാനം കാത്ത പുള്ളി ഒറ്റയ്ക്ക് നിന്നിട്ട് അസാധ്യ ആർട്ടിസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റാണ്. പിന്നെ ഇടക്കാലത്ത് ഞങ്ങൾ പുള്ളി സ്വന്തമായിട്ടൊരു ട്രൂപ്പ് ഫോം ചെയ്തപ്പോൾ പുള്ളിയുടെ മരണം വരെയുള്ള ഒരു 6 വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് പുള്ളിനെ ഒരിക്കൽ ലീമറിഡയിൽ ഒരു ഷോയ്ക്ക് വെച്ചിട്ട് എന്നോട് കമ്മിറ്റ് ചെയ്യണം, നമുക്ക് സെറ്റാക്കിയാലോ, ഓക്കെ ഡൺ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. 6 വർഷക്കാലം ഒന്നിച്ചുണ്ടായിരുന്നു, അവസാന സ്റ്റേജ് വരെ. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഫീൽഡിൽ കൂടെ നോക്കിയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, കോട്ടയം നസീറാണ് എനിക്ക് ഇത് ഒരു ഷോയ്ക്ക് വിളിക്കുന്നു. നസീർ ഖാൻ വെള്ളാരപ്പള്ളി എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഗൾഫിൽ ഏറ്റവും കൂടുതൽ ഷോ ചെയ്യുന്നവർ. ആ ഷോയിൽ ഞങ്ങൾ ചെന്നിട്ട് അതിന്റെ ഗുണമെന്ന് വെച്ചാൽ നവാസും നസീറും കൂടി കോമഡി കസിൻസ് എന്നാണ് ടൈറ്റിൽ. ദ സെയിം ടൈമിൽ അറേബ്യൻ ത്രില്ലർ എക്സ്പ്രസ് ഉണ്ട്, ദിലീപ് നാദിർഷ അവർ വരുന്നുണ്ട്. സെയിം അതൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോ ചെന്ന് കഴിയുമ്പം അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു കറക്റ്റ് ഷോയുടെ പ്രാക്ടീസ് ഒക്കെ ഇട്ട് ഷോ ചെയ്യണ പോലെ ഒരു പ്രാക്ടീസ് 4 ദിവസമൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് പക്കായിട്ട് ഇവിടെ നിന്ന് പോകണം. ചെല്ലുമ്പോൾ തന്നെ മെയിൻ അല്ലാസർ ലിഷലാൻ എന്ന് പറഞ്ഞ ദുബായിലെ സ്റ്റേജിൽ 3 ഷോ ആണ് ഞങ്ങൾ തന്നെ, മാറ്റ്നി ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ പോലെ ഷോ നടത്തില്ല. അതുപോലെ ഷോ ആ 3 ഷോ കഴിഞ്ഞപ്പോഴേക്കും പവർ പാക്ട്, ആൾക്കാർ ക്യൂ ആണ് പുറത്ത്. 27 സ്റ്റേജ് ഞങ്ങൾ 27 സ്റ്റേജ് ഒരു മാസം ദുബായിൽ. ദുബായ് മീൻസ് ഓൾ ഗൾഫ് കൺട്രീസ് എക്സെപ്റ്റ് സൗദി. ഓപ്പോസിറ്റ് അവരുടെ ത്രില്ലർ ഫ്ലോപ്പായി പോയി ഞങ്ങളുടെ മുമ്പിൽ ഈ ദിലീപ് ഷോ. അവർ പക്ഷെ നല്ല എൻട്രി ഒക്കെ ആയിരുന്നു, ട്രെയിനിന്റെ ഒരു എൻട്രി ഒക്കെ വെച്ചിട്ട്. പക്ഷെ നമ്മുടെ ഷോ അല്ലാതെ തന്നെ ഭയങ്കരമായിട്ട് ക്ലിക്കായിരുന്നു. നല്ല നല്ല പ്രോഗ്രാം ആയിരുന്നു അവിടെ. കോമഡിക്ക് ചിരിക്കാനുണ്ട്. അതാണ് ഈ ഫുൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോമഡി ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഒരു ഓഡിയൻസിന് വേണ്ട എല്ലാം. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് ആവുന്നത് കോമഡി ചെയ്യുമ്പോൾ ജനം ചിരിക്കണം. അതെ അതെ അതെ, പ്രത്യേകിച്ച് ലൈവില്. അല്ലെങ്കിൽ അത് ഫ്ലോപ്പാ അട്ടർ. പക്ഷെ ഞങ്ങളുടെ അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. അങ്ങനത്തെ ആൾക്കാരാണല്ലോ കമ്പനി ഒരു അതുപോലെ കിടിലൻ ടീമായിരുന്നു. അതെ അതെ. ഗൾഫ് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത്, ഗൾഫ് കഴിഞ്ഞ് പിന്നെ ശേഷം ഞാൻ ഗൾഫ് തന്നെ പിന്നെയും 2-3 വർഷമൊക്കെ പോയി. പിന്നെ US ആണ് ഫസ്റ്റ് പോകുന്നത്. US അത് വളരെ ആകസ്മികമായിട്ട് അവിടെ പോയത്, എങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ പോയി. 4 പീസ് ഓർക്കസ്ട്ര, 3 മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് പോയി. അവിടെ ചെല്ലുമ്പം പ്രോഗ്രാം കുറവാണ്, 2 പ്രോഗ്രാമേ ആയിട്ടുള്ളൂ. പുള്ളിക്ക് അത്രയും എക്സ്പെർട്ട് അല്ലായിരുന്നു പുള്ളി ഷോ പിടിക്കാൻ. അപ്പോൾ ഉർവശി ശാപം വേറെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒരു ടീം വിസ അടിച്ചിട്ട് കുറച്ച് ടീം വന്നില്ല. അപ്പോൾ അവിടെ കോട്ടയം നസീർ, ഇന്നസെൻ്റ് ഏട്ടൻ, ഏരൂർ ജോർജ്, കൊല്ലം സിറാജ് എന്ന് പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റ്, ഇവർ 4 പേരും ഉണ്ട്. ബാക്കിയുള്ളവർ കുറച്ച് പേര് വന്നില്ല, എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായിട്ട് അവർ വന്നില്ല. അപ്പോൾ ഇവർ 4 പേരുണ്ടല്ലോ. അപ്പം നമ്മളതിൽ പ്രോഗ്രാംസും കുറവ്. അപ്പോൾ ആ സ്പോൺസറും നമ്മുടെ സ്പോൺസറും ടൈപ്പായി സംസാരിച്ചു. എന്നാൽ പിന്നെ മിക്സ് ചെയ്തിട്ട് ഒരു ഷോ ചെയ്യാലോ. അപ്പോൾ ഇവർ പാട്ടുകാർ നമ്മുടെ കയ്യിലുണ്ട്, കുറച്ച് മിമിക്രി ആർട്ടിസ്റ്റ് അവർ മിക്സ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഒരു ഷോ ചെയ്തപ്പോൾ ഇന്നസെന്റ് ഇൻ USA എന്ന് പറഞ്ഞൊരു ഷോ ആക്കി മാറ്റി. അത് 14 ഷോ ചെയ്തു നമ്മൾ. ഫസ്റ്റ് അതാണ്. പക്ഷെ നമ്മള് ഫ്ലോപ്പായി പോയേനെ. അത് ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ക്ലിക്കായി. മോഹൻലാലിന്റെ കൂടെ ലാലേട്ടൻ അത് എനിക്ക് അത് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ ഇത്രയും വർഷം ഞാൻ പെർഫോം ചെയ്തിട്ട് എൻ്റെ ലൈഫ് കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോ എന്ന് പറയുന്നത് മോഹൻലാൽ ഇൻ USA എന്ന് പറയുന്ന ഷോ ആണ്. ഉഗ്രൻ ഷോ ആയിരുന്നു. അപ്പം ആകെ 10 പേരെ ഉണ്ടായുള്ള ആർട്ടിസ്റ്റുകൾ. ലാലേട്ടൻ, ജഗദീഷ് ഏട്ടൻ, മറ്റേ എന്താണ് വിനീത്, ലക്ഷ്മി ഗോപാലസ്വാമി, ശ്വേത മേനോൻ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ, റിമി ടോമി. ഞാൻ റിമിയാണ് പാട്ടുകാരായിട്ട്. അടിപൊളി ഷോ ആയിരുന്നു. ഒരു 15 ഷോ, ഫുൾ പാക്ഡ് ഓഡിയൻസ്. ഇനി US എനിക്ക് ഇനി ഒരു നല്ല ഷോ ചെയ്ത് എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, അത്ര ഉഗ്രൻ ഓഡിയൻസ് ആയിരുന്നു. അത് അറിയാലോ, ലാലേട്ടൻ മാത്രം ക്രൗഡ് വരുന്നുള്ളൂ. നമിക്കണം. അത് പുള്ളിയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴും സ്റ്റേജിലൊക്കെ പുള്ളി ഉണ്ടല്ലോ, നമ്മുടെ ഒപ്പം വരും. പുള്ളിക്ക് എന്നാൽ ലാസ്റ്റ് ടൈമിൽ വന്നാൽ മതി. പുള്ളി നമ്മളെ സൗണ്ട് ചെക്ക് ഉണ്ടല്ലോ, പുള്ളി ആ ടൈമിലേ വരും. വന്ന് പുള്ളിയും പാടുന്നുണ്ട്. അപ്പൊ സൗണ്ട് ചെക്ക് ചെയ്യും, സ്റ്റേജിലൊക്കെ നോക്കും,
എല്ലാം നോക്കി കൂടെ നിന്നിട്ടാണ് വിളിച്ചത്. ത്രൂ ഔട്ട് ലാലേട്ടന്റെ കൂടെ തന്നെ ഒരു 40 ദിവസം. 40 ദിവസം ഭയങ്കര ഒരു അനുഭവം. അത് ഇവിടുന്ന് പോകുമ്പോഴും അങ്ങനെ തന്നെ ഫ്ലൈറ്റ് അല്ല പോകുമ്പോ സെപ്പറേറ്റ്. പക്ഷെ പോകുന്നതിന് മുമ്പ് പുള്ളി എന്നെ വിളിച്ചിരുന്നു, മോനെ ലാലാണ് നേരിട്ട് വിളിക്കാം. അപ്പൊ നമ്മൾ ഞെട്ടി വിറച്ചിട്ട് അയ്യോ ലാലേട്ടാ നമ്മള് സംസാരിക്കുന്നത് പറയില്ല മോനെ, പ്രാക്ടീസ് വരുന്നതിന് മുമ്പ് പുള്ളി സംസാരിച്ചു. എന്നിട്ട് പുള്ളി അവിടെ സ്റ്റേ ചെയ്തിട്ട് ഫാമിലിയെ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം ആയപ്പോൾ. സ്റ്റേ ചെയ്തിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. വന്നിട്ട് പുള്ളി നമ്മളെല്ലാവരും വിളിച്ചു എന്നുള്ളതാണ്. എല്ലാവരെയും പുള്ളി ചോദിക്കുമെന്നല്ലേ മോനെ എത്തിയോ കറക്റ്റായിട്ട് എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി വിളിച്ചിരുന്നു. അത്രയും ഒരു അസാധ്യ ആർട്ടിസ്റ്റും, അസാധ്യ കെയർ, അസാധ്യ ഡെഡിക്കേഷൻ. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സൂപ്പർ സ്റ്റാറിനെ ഞാൻ കണ്ടിട്ടില്ല. പേഷ്യൻസ് ഭയങ്കര ക്ഷമയാണ്. അസാധ്യം എല്ലാരും പറയണ വെറുതെ അല്ല, അങ്ങനെ ഡെഡിക്കേഷൻ കണ്ടു പഠിക്കണം. പിന്നെ എപ്പോഴും പറയും, ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യം, പുള്ളി പറയും എന്തെങ്കിലും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ മോനെ അത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു പോയി, നമുക്കിനി എന്തൊക്കെ ചെയ്താലും അതിലേക്ക് തിരിച്ചെത്താൻ പറ്റില്ല. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു നമ്മൾ ഇനി ഫ്രണ്ടിലേക്ക് നോക്കുക. അതാണ് പുള്ളിയുടെ പോളിസി. ഇത് പറയാൻ കാരണം പുള്ളിയുടെ ഷോലെ എന്ന് പറഞ്ഞ പടം ആ സമയത്ത് ഫ്ലോപ്പായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ എന്ത് ചെയ്യാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഉദ്ദേശിച്ച സക്സസ് ആയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്ന കാര്യമാണ്. കഴിഞ്ഞു പോയി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതീക്ഷിച്ചു, നടന്നില്ല, വിട്ടു, ഇനി അടുത്തതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ ആ സമയത്തൊക്കെ പ്ലേ ബാക്ക് സിംഗിലോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ആ സമയത്തുണ്ട്. കാരണം വെച്ചാല് ആ സമയത്ത് ഹലോ എന്ന് പറഞ്ഞ പടമൊക്കെ ഇറങ്ങിയ ശേഷമാണ് പോകുന്നത്. അതിനകത്ത് ഞങ്ങളൊരു പാട്ടുകൾ ഒന്നിച്ച പാടിയ അവസാനം കടുകിട്ട് വറക്കണ കടക്കണ്ണും മടിച്ചെന്ന് ആ പാട്ടിന് കഥ വേറെ ഉണ്ട്. കാരണം ആക്ച്വലി ക്ലാസ്മേറ്റ്സിൽ കമ്പോസ് ചെയ്ത പാട്ടാണത്. ഞാൻ ഈ കമ്പോസിങ്ങിന് ഫുള്ള് ഉണ്ട്. എന്നെ പ്ലേ ബാക്ക് ആക്കിയത് അലക്സ് പോളാണ്. സിദ്ദിഖ് ലാലിന്റെ ആ കുടുംബത്തോടുള്ള എന്റെ നന്ദി പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല, ഞാൻ എവിടെയും പറയും. കാരണം എന്റെ ഫസ്റ്റ് ട്രാക്ക് പാടുന്നത് ദാസേട്ടന് വേണ്ടിയിട്ടാണ്, തൊമ്പനും മക്കൾ എന്നുള്ള പടത്തില്. അതുപോലെ ഫസ്റ്റ് പടം പാടുന്നതും അലക്സ് പോൾ ചേട്ടൻ്റെ കൂടെയാണ്, അതും സിദ്ദിഖ് ലാൽ ഫാമിലി തന്നെയാണ്. അങ്ങനെ കൂടുതലും ഞാൻ പാടിക്കുന്ന അലക്സ് ചേട്ടൻ്റെ പാട്ടുകളാണ്. ആ സമയത്ത് ഈ ഹലോ എന്ന് പറഞ്ഞ പടത്തിന്റെ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോഴും അതിന് മുന്നെയാണ് ഈ ക്ലാസ്മേറ്റ്സ് എന്ന പടം, അതിന്റെ എല്ലാ കമ്പോസിങ്ങിനും ഉണ്ടായിരുന്നു ഞാൻ. ആ സമയത്ത് ഈ കടുകിട്ട് വറക്കണം എന്നുള്ളത് അതൊരു ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു കോളേജിന്റെ സെറ്റപ്പ് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇവര് ഷൂട്ട് ചെയ്യാൻ. പക്ഷേ ലാൽ ജോസേട്ടൻ പുള്ളി അവിടെ ബഹ്റിനിൽ എന്തോ ആവശ്യം പോയിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് ക്യാമ്പസ് നേരെ കേരളത്തിലേക്ക് മാറ്റാൻ, ക്യാമ്പസിന്റെ ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ബാംഗ്ലൂർ മാറ്റിയിട്ട് നേരെ CMS കോളേജില്ലേ കോട്ടയം, അവിടത്തേക്കാണ് വരുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് മാറി. അപ്പൊ അവിടെ വേണ്ട പാട്ട് അതല്ല, അക്ഷരം കടുകിട്ട് വറക്കണം എന്നുള്ള അങ്ങനെ വേണ്ടിയിട്ട് ചെയ്ത പാട്ടാണ്. അങ്ങനെ ഈ പാട്ട് മാറ്റുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ആ പാട്ടിന്റെ ഇതെല്ലാം കഴിഞ്ഞ് മറ്റേ പാട്ട് ക്ലാസ്മേറ്റ്സ് കാറ്റാടിത്തലിന് വന്നു, അത് മാറ്റിയപ്പോൾ അത് നമുക്ക് ചാൻസ് കിട്ടി. അപ്പൊ എന്തായാലും അതൊരു ഭാഗമാകാൻ പറ്റി നമുക്ക്. കാരണം അത് ആ പാട്ടാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗ്യാതറിംഗിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് പോയാലും ഒന്നിലേക്ക് വളവാന്ന് പോലെ നമുക്ക് കിട്ടി. അതിൽ ഞാൻ സന്തോഷിച്ചു. അങ്ങനെ കൂടുതലാണ്. പിന്നെ ഹലോയുടെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് ഈ പടത്തില് കുറെ പാട്ടുകൾ ചെയ്യുന്നു. ആദ്യം തന്നെ കുറെ പാട്ടുകളും ചെയ്തു, എത്രയോ പാട്ടുകൾ ചെയ്തിട്ട് കേൾപ്പിക്കും, മാറ്റും, അത് വേണ്ട ഇത് വേണ്ട. ആദ്യം പറയും കുഴപ്പമില്ല, പിന്നെ പറയാം അതേ അത് മാറ്റിയിട്ട് വേറെ സാധനം പിടിക്കാം. അങ്ങനെ കുറെ പാട്ടുകൾ ചെയ്യാം ഓരോ സിറ്റുവേഷനും. അങ്ങനെ ഇടയ്ക്ക് ചെയ്ത് അതിന്റെ ടൈറ്റിൽ സോങ് പറയുമ്പോൾ ഹലോ ഹലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ശ്വേത പാടിയ. അത് ഒരെണ്ണം കൺഫേം ആയി, അത് കമ്പോസിങ്ങിന് പോയി, ഓർക്കസ്ട്രേഷന് പോയി. അപ്പോഴും ഡയറക്ടർ റാഫിക്ക പറയണ്ട, അവർ റാഫിക്ക വന്നിട്ടുണ്ട്. ഇതൊരു കളർ ഷാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ കളർ ഷാപ്പല്ല, കുറച്ച് മോഡേൺ ആയിട്ടുള്ള വേറൊരു ആധുനിക രീതിയിലുള്ള കളർ ഷാപ്പാണ്. അപ്പം അവിടെ വന്നിട്ട് നായകനും ഇങ്ങനെ വന്നിട്ട് പാടുന്നൊരു പാട്ടായിട്ട് വന്നത്. അപ്പോൾ അതിന് ഭയങ്കര മോഡേൺ ആകാൻ പാടില്ല, ഭയങ്കര പഴയതും ആകാൻ പാടില്ല, ഒരു കള്ള് ഫീലും ആകാൻ പാടില്ല, എന്നാൽ അതൊക്കെ വേണം താനും. ഇങ്ങനെ പറഞ്ഞു ഒന്നും ഓക്കെ ആവുന്നില്ല. അപ്പം ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നു. 20 പാട്ട് കഴിഞ്ഞ് 30 പാട്ട് കഴിഞ്ഞ് 40ഓളം പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു. കമ്പോസ് ചെയ്യും, ഡെയിലി പോയി. ഞാൻ രാവിലെ ഇവിടെ ടോളിനോടെ ഒരു വീടുണ്ട്, അവിടെ പോകും, ഇരിക്കും, അലക്സാണ്ടർ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ പാട്ട് ട്യൂൺ ചെയ്യും. അപ്പം തന്നെ പാടി കേൾപ്പിക്കും, വേറെ പാട്ട് പിടിക്കാൻ പറയും, അടുത്ത് കമ്പോസ് ചെയ്യും. അങ്ങനെ ചെയ്ത് ഡെയിലി ഇത് തന്നെ, ഡെയിലി പോകും. 10 ദിവസമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇതിന് പാട്ട് ഓക്കെ ആവുന്നില്ല. അങ്ങനെ കുറേ പാട്ടുകൾ ഞാൻ നോക്കുന്നുണ്ട്. അവസാനം ഞാൻ അലക്സേട്ടോട് പറഞ്ഞു, അലക്സേട്ടാ നമുക്കേ മറ്റേ പാട്ടൊന്ന് കേൾപ്പിച്ചാലാ? പുള്ളി ചെയ്താ ഞാൻ പറഞ്ഞു. അപ്പോൾ റാഫിക്ക് വെച്ച് എന്തായാലും വിഷയം എന്ന് വെച്ച് ഞാൻ പറഞ്ഞു അല്ല. അപ്പം പുള്ളി അലക്സേട്ടൻ പറഞ്ഞാൽ പുള്ളി പറയണം ഞാനൊരു പാട്ടുകാരൻ ഇതിനെ കമ്പോസ് തന്നെ, ആ പാട്ടൊന്ന് കേൾപ്പിക്കാൻ. അത് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ അലക്സേട്ടൻ എനിക്കറിയാമെന്ന് വെച്ചു. അറിയാം, കാരണം ഞാനാണത് ട്യൂൺ പഠിച്ച് പാടി അറിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം അവിടെ പാടി കൊടുക്കണം, കേൾക്കേണ്ട അവസരം കൺഫേം. ഈ പാട്ട് അവിടെ ഡയറക്ടർ കേൾക്കലും
ഇത് ഡൺ ഓക്കെ എന്ന് പറയണത്. അതാണ് ഈ കടുകിട്ട് ഇറക്കണ പാട്ടായിട്ട് വന്നതും. ആ പാട്ട് നമ്മള് ലാലേട്ടനോടെ ഞാൻ സ്റ്റേജിൽ പാടിയാണ്. ഫിനാലേക്ക് പാടിയ പാട്ട് അതാണ്. ഞാനും റിമിയും ലാലേട്ടനും കൂടെ പാടിയ എല്ലാ സ്റ്റേജും യുഎസിൽ എല്ലാ സ്റ്റേജിലും. പക്ഷെ അന്നൊരു എന്റെ ഏറ്റവും വലിയ ഗതികേട് വെച്ചാൽ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല. അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഡെയിലി ലാലേട്ടനോട് പറഞ്ഞ പല കോസ്റ്റ്യൂമിലാണ് നമ്മളൊന്ന് പാടുന്നത്. ഇതിങ്ങനെ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. അന്നും സോഷ്യൽ മീഡിയ ഒന്നും അരികത്ത് പോലും ഇല്ലാത്ത സമയം. 2007 ഞാൻ വലിയ കാര്യമായിട്ടൊന്നും സംഗീതം പഠിച്ച ആളൊന്നുമല്ല. പക്ഷെ അത് എനിക്ക് അങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ടായില്ല. എന്നെ ക്ലാസിക്കൽ പഠിപ്പിക്കാനോ ഒന്നും ഉണ്ടായില്ല. ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സ് സമയത്ത് കഴിയുമ്പോഴാണ് ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നത്. അപ്പൊ പഠിപ്പിക്കാനൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കേൾവി ഞാനാണ്. എനിക്കറിയാവുന്ന പാട്ടുകൾ ഒരു പക്ഷെ ഇവിടെ പലർക്കും അറിയില്ല. ഞാൻ വാദിക്കും വേണമെങ്കിൽ അത്രയും പാട്ടുകൾ അറിയാം. ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടുകള് ഞാൻ SP ബാലസുബ്രഹ്മണ്യൻ ഹാർഡ് കോർ ഫാനാണ്. ഹാർഡ് കോർ ഫാൻ എന്ന് പറഞ്ഞാൽ SPB ഇളയരാജ എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ കോമ്പിനേഷനാണ്. ഭയങ്കര ഇൻസ്പിറേഷനാണ്. എന്റെ പാട്ടിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് SP സാറിന്റെ പാട്ടുകൾ കേൾക്കണുണ്ട്. അതായത് ഒരു സിംഗർ എങ്ങനെയൊക്കെ പാടാൻ പറ്റണം, ഒരു സാഹചര്യത്തിന് സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയൊക്കെ പാടാൻ പറ്റണം, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗറാണ്. നമ്മൾ കേൾക്കുന്ന ഒരു അത്ഭുതമാണ്. എനിക്ക് SPB എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഇപ്പോഴും എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ്. ലൈവ് സ്റ്റേജ് കാണും, പുള്ളിയുടെ ഇന്റർവ്യൂസ് കാണും. പുള്ളിനെ നേരിട്ട് കാണാനുള്ള ഒരിക്കൽ പുള്ളിയുടെ ഒപ്പം പാടി പുള്ളിയുടെ സ്റ്റേജ് ഒന്നിച്ച് പുള്ളിയുടെ കൂടെ അല്ല. അന്നും ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്ത്, അതായത് ഒറ്റ പാട്ടേ പാടുള്ളൂ. പുള്ളിയുടെ ഒപ്പമല്ല, പുള്ളിയുടെ സ്റ്റേജിൽ നമ്മുടെ എറണാകുളത്ത് മറ്റേ ലീമറിഡികളിൽ റോട്ടറി ക്ലബിന്റെ ഒരു പ്രോഗ്രാം നടക്കുക. അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടുകയാണ്. അപ്പൊ പുള്ളി അപ്പൊ ഞാനാണെങ്കിൽ ഓടിപ്പോയി പുള്ളിയുടെ പാട്ട് കേട്ട് ഫ്രണ്ടിലിരിക്കുക. അപ്പൊ ആ സമയം ഇപ്പൊ തേജേട്ടൻ കീബോർഡിസ്റ്റാനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അടുത്ത പാട്ട് നിന്റെ ഏട്ടാ. അങ്ങനെ ഞാൻ വന്നു, പുള്ളി കാലൊക്കെ തൊട്ട് വന്നു, നേരെ കയറി പാടി കഴിഞ്ഞ് പാടി തീരുന്ന സമയത്ത് ഒരാൾ പുറകെ വന്നിട്ട് തോളത്തിങ്ങനെ കൈയൊക്കെ ഇട്ട് പുള്ളി SPB സാർ ഞാനിങ്ങനെ ഉരുകിപ്പോയി അതുപോലെ. കാരണം നമുക്ക് ഞാൻ ജീവനായിട്ട് കാണുന്ന സിംഗറാണ്. എനിക്കിപ്പോഴും അങ്ങനെ മരിച്ചു പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഞാൻ ഈ പ്രോഗ്രാംസും ലൈവൊക്കെ കാണുമ്പോൾ ലൈവിൽ ഉണ്ടെന്നുള്ള ഒരു ഫീലാണ് നമുക്ക്. മരിച്ചത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, നമുക്ക് ആ ഓർമ്മകളുണ്ടല്ലോ, പാട്ടുകളായിട്ട് ഇഷ്ടം പോലെ തന്നു വെച്ചേക്കല്ലേ ഒരുപാട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പാട്ടുകൾ അങ്ങനെയൊക്കെ അറിയാട്ടെ. പലർക്കും ഇവിടെ അറിയുമെന്നറിയില്ല. ഒരുപാട് ആ സമയത്ത് പുള്ളിയുടെ ഫസ്റ്റ് സോങ് എന്നൊക്കെ പറയണത് MGRന് വേണ്ടിയിട്ട് പാടിയുള്ള പാട്ടാണ്. പുള്ളി പക്ഷെ പുറത്തു വന്ന പാട്ടല്ല പുള്ളിയുടെ ഫസ്റ്റ് സോങ്. പുള്ളി ഫസ്റ്റ് പാടിയുള്ളത് വരെ 1000 നിലവേവാ 1000 നിലവേവാ இதழோரம் சுவை தேட പുതു പാടൽ വിഴിപ്പാട് പാട്. അതൊരു കംപ്ലീറ്റ് തിങ്സ് ആണ് അത്. അതിലെ ഫസ്റ്റ് സോങ് തന്നെ ഭയങ്കര ഹമ്മിങ്സ് ഒക്കെയാണ്. അത്ര എക്സ്പെർട്ട് സിംഗറാണ് പുള്ളി. ഫസ്റ്റ് പാടിയ പാട്ട് ഇതുമല്ല, അതിനുമ്പ് വേറൊരു പാട്ടുണ്ട്, ഇയർക്കൈനും എന്നൊരു പാട്ടാണ്. അതാണ് പുള്ളി ആക്ച്വലി പാടിയല്ലോ. പുറത്തിറങ്ങിയ ഫസ്റ്റ് പാട്ട് ഈ പാട്ടായിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്ന പാട്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പുള്ളിയുടെ കേൾക്കാന്ന് പോയി കഴിഞ്ഞാൽ അമ്മേ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ഇളയരാജ സാറിന്റെ കൂടെ ഒരിക്കലും അത് പുള്ളി പറയും, ഒരിക്കലും ഇളയരാജ നല്ലാന്ന് പറഞ്ഞിട്ടില്ലെന്ന്. പുള്ളിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇളയരാജ കൊണ്ടുവന്നുള്ള ഇങ്ങനെയാണെന്നാണ് ഞാൻ എൻ്റെ അറിവ്. ഇവരൊന്നിച്ച് ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്ത് തന്നാറാണല്ലോ. പുള്ളിയുടെ പ്രോഗ്രാമില് ഹാർമോണിയം വായിച്ചിട്ടുണ്ടെന്ന ആളാണ് ഇളയരാജ. ഇളയരാജ ഹാർമോണിയം വായിക്കും, ഗംഗമാരൻ ഗിറ്റാർ വായിക്കും, വേറെ ബ്രദർ ഉണ്ട് ഇളയരാജ, പുള്ളി ഡ്രമ്മറായിരുന്നു. അങ്ങനെയായിരുന്നു ഇവര് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ SPB രക്ഷപ്പെട്ടു. പിന്നെ പതുക്കെ ഇവര് വന്നായിട്ട് അങ്ങനെയാണ് കഥ. തമിഴ് പാട്ടാണോ കൂടുതൽ കേൾക്കാറ്? എല്ലാം കേൾക്കും. എനിക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. മലയാളവും കേൾക്കും, തമിഴും കേൾക്കും. SPB ആണെന്ന് പറഞ്ഞാൽ അതല്ല, അങ്ങനെ ആ സിംഗറിൽ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട്. മിക്കവരും പാട്ടുകാരായിരിക്കില്ലേ, ഇപ്പൊ പാട്ട് പാടാത്തവരും വെറുതെ പാടും അല്ലേ, ഇപ്പൊ ആവറേജ് പാടുന്നവൻ പാടും, ചിലർ നല്ല ഇതായിട്ട് പാടും. പക്ഷെ അത് ഫീലോട് കൂടി പാടുമ്പോഴാണ് വ്യത്യാസം മാറുന്നത്. നല്ല ഫീൽ കൊടുത്താൽ അതല്ല. ദാസേട്ടന്റെ SPB സാറിന്റെ വ്യത്യാസം പറഞ്ഞാൽ അവർ ഓരോ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് അവർ ഫീൽ കൊടുക്കുന്നത്. ഞാൻ എല്ലാ സിംഗേഴ്സിനോടും പറയും, ഏറ്റവും വലിയ ഡിക്ഷണറി എന്ന് പറയുന്നത് ഈ സിംഗേഴ്സിന്റെ പാട്ടുകൾ കേൾക്കുക എന്നുള്ള. ദാസേട്ടൻ, SPB, ജാനകി അമ്മ, സുശീലാമ്മ, ലതാ മങ്കേഷ്കർ, ഇവരൊക്കെ പാട്ടുകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഇൻസ്പിറേഷനാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് ക്ലാസിക്കലാണ് ബേസ്. അത് പഠിച്ചവർക്കാണ് കുറെ കൂടി ഈസി ആവും. ക്ലാസിക്കൽ പഠിച്ച എല്ലാവരും നല്ല സിംഗർ ആവണമെന്നില്ല. എത്രയോ പേരുണ്ട് ക്ലാസിക്കൽ പഠിച്ചിട്ട് പ്ലേ ബാക്ക് ഫിലിം സോങ് പാടാൻ അതിൽ ഓക്കെ ആവില്ല. കച്ചേരിയിൽ അവർ ഓക്കെ ആയിരിക്കും.
ക്ലാസിക്കൽ ഫിലിമിലൊക്കെ വരുമ്പോൾ അങ്ങനെ അത് ചിലർ ആ സ്റ്റൈലിനോട് ഇതായി മാറിയിട്ട് ക്ലാസിക്കലിലേക്ക് ഭയങ്കര ഇഷ്ടമുള്ള അവർ മാറുകയുണ്ട്. അവർക്ക് സിനിമാറ്റിക്കിലേക്ക് വരുമ്പോൾ അതിലേക്ക് ഫുൾ ഫ്ലോയിൽ വരാൻ പറ്റില്ല. ചിലർക്ക് അങ്ങനെ വരാൻ പറ്റില്ല. ആ ഫീലും ആ ഒരു സിറ്റുവേഷൻ അത് ഭയങ്കര പ്രശ്നമാണ്. ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ക്ലാസിക്കൽ അവർ സ്താക്കളായി എത്ര പേരുണ്ട് അങ്ങനെ. ഈവൻ നമ്മൾ എക്സാം എടുത്തു ആദ്യം തന്നെ ഹരിഹരൻ സാറ് പോലും എത്രയോ നല്ലൊരു ഗസൽ സിംഗറായിട്ട് പോലും എ.ആർ. റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ വരണ്ടേ വന്നു പുള്ളി ഒരു പടത്തിൽ പാടാൻ അല്ലേ. എത്രയോ ഗസൽസ് പുള്ളി എന്ത് രസമായിട്ടാണ് പാടുന്നത്. പക്ഷെ പുള്ളിക്കൊരു ചാൻസ് കിട്ടാൻ എ.ആർ. റഹ്മാൻ വരണ്ട വന്നു. അപ്പൊ ചാൻസ് കിട്ടൽ മാത്രമല്ല അവരുടെ ഇതിനനുസരിച്ച് മനസ്സിലാക്കിയ ഒരു പാട്ട് കിട്ടുമ്പോഴും പഠിച്ചെടുക്കുന്നതിലൊക്കെയാണ് എൻ്റെ കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഭവം എത്തണമെന്നാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ടുള്ള പഠിത്ത പടം ക്ലാസ്മേറ്റ്സ് തന്നെ എനിക്ക് പിന്നെ ടു ഹരിയർ എന്ന് പറയില്ലേ, അതില് ആക്ച്വലി ഈ പാട്ടിന് വേണ്ടി വേറൊരു പാട്ടും കമ്പോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആക്ച്വലി അത് യൂട്യൂബിലുണ്ട് ആ പാട്ട്. അൻവർ സാദത്തും ജാസിഫ്റ്റൊക്കെ കൂടി പാട്ടൊരു സാധനം. അപ്പൊ ഞാനാണെങ്കിൽ ഇവരത് കണ്ണൻ എന്ന് പറഞ്ഞ മരിച്ചൊരു കീബോർഡിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ഗാനമേളയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നിച്ച് എൻ്റെ ഫീൽഡിൽ ഫസ്റ്റൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പ്രോഗ്രാം പോയിക്കൊണ്ടിരുന്നത്. പുള്ളി ആണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. പുള്ളിയാണ് എന്നെ കൊണ്ട് പാടിക്കുന്നത്. ഞാൻ എന്നെ പറയടാ ഈ പാട്ട് പഴയനെ വെച്ചാൽ ഇന്ന പോലെ ഈ പവറിൽ പാടണം, ഇന്ന രീതിയിലാണ് ആ രീതിയിലാണ് സിംഗിങ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഫുൾ ട്രാക്ക് പാടിയിട്ടിട്ട് അത് ഓൾമോസ്റ്റ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിൽക്കുമ്പോഴാണ് വിനീതിനെയും കൂടി അതിനകത്തൊന്ന് ആഡ് ചെയ്തത്. വിനീതോടെ ഒരു പാട്ട് പാടാകുമ്പോൾ വിനീതും കൂടി അപ്പോൾ ഒരു പ്രോമിനൻസും കൂടി ആവുമല്ലോ. അങ്ങനെ ആ പാട്ട് പാടി ആദ്യം പലരും പറഞ്ഞാൽ സെയിം തന്നെ അല്ലേ, അപ്പോൾ അത് മാറ്റിയിട്ട് ട്യൂൺ മാറ്റി പിടിക്കാം. ട്യൂൺ മാറ്റി പിടിച്ചപ്പം ഇവർക്ക് ആ പഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഈ സാധനം തന്നെ ഇങ്ങനെ പഞ്ച് കിടക്കുന്നതാണ് എൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. പിന്നെ അങ്ങനെ ലാസ്റ്റും അല്ല അത് എനിക്ക് പോവോ വേറെ ആൾക്ക് പോവോ എന്നൊക്കെയുള്ളൊരു സംഭവം ഉണ്ടായി. ഈ പാട്ട് എം ജി ചേട്ടനെ കൊണ്ട് തന്നെ പാടിക്കുക എന്നുള്ള പ്ലാനുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞാൽ ആ പുള്ളി പാടിക്കണ സ്റ്റൈൽ വ്യത്യാസം ഉണ്ട് അതിനകത്ത്. പഴയതിനേക്കാളും കുറച്ചുകൂടി പഞ്ചായിട്ട് വേറൊരു രീതിയിലാണ് പാടിക്കണം. ആ ഒരു സ്റ്റൈലാണ് നമുക്ക് ആ പാട്ടിലേക്ക് നമുക്ക് വരാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പം അതുകൊണ്ട് അതെൻ്റെ കരിയറിൽ ഭയങ്കര ഒരു കുറേ പ്രോഗ്രാം അത് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റി. ആ ഒരു പാട്ട് കൊണ്ട് തന്നെ സ്റ്റേജുകളും കുറേ ഞാനത് പാടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ റീമിക്സ് സ്റ്റൈലാണ്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം അത് തന്നെ റീമിക്സ് സ്റ്റൈൽ. ഓർക്കസ്ട്രേഷൻ ഒക്കെ ഡിഫറെന്റ് ആണ്. വെറുതെ പാടി നമുക്ക് കുറെ പാട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. ഓർക്കസ്ട്രേഷൻ ഇട്ട് പാടുമ്പോഴാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. ജാസിയോട് ഒരു പടം ഞാൻ ജാസിയുടെ പടത്തിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. ജാസിയായിട്ട് നേരത്തെ അറിയാം. ഞങ്ങൾ മിന്നലെ എന്ന് പറഞ്ഞൊരു ഷോ ചെയ്തപ്പോ ഒക്കെ ജാസിയൊക്കെ അന്ന് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ലീഡ് ചെയ്യണ ജാസി ഗസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെയും ജാസിനെ ആ സമയത്ത് അറിയായിരുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ജാസിയായിട്ട് കണ്ട് ഒരു പടത്തിൻ്റെ നമുക്ക് ചെയ്യാം, രമേശ് ഭായി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ അവസാനം പുള്ളി എനിക്കൊരു ചാൻസ് തന്നു. പക്ഷെ അത് പടം അത്ര ഓടിയില്ല. ചിക്കൻ കൊക്കാച്ചി എന്ന് പറഞ്ഞ പടം ഫിലിമാണ്. അതിനകത്തൊരു ഫാസ്റ്റ് നമ്പറാണ് ഞാനും ജാസിയും കൂടിയാണ് പാടിയാണ്. അങ്ങനെ ജാസിയുടെ പടത്തിൽ പാടി. ഗോപിസ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു പടം ചെയ്തു. പക്ഷെ അത് ഫുൾ പാടി ഞാൻ. പക്ഷെ ലാസ്റ്റ് മുതൽ അതിങ്ങനെ അതൊക്കെ യോഗമാണ്, അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. വിജയ് യേശുദാസും ജാസി ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ബിഗിനിങ് ഒരു വിരുദ്ധം അത് ഞാനാ പാടിയത്. മുരുകപ്പ എന്ന് പറഞ്ഞൊരു പാട്ട്, ജംന പ്യാരി എന്ന് പറഞ്ഞു അതില്. പിന്നെ അല്ല ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ONV സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള. ONV സാറ്, ബിച്ചു തിരുമല, അതൊക്കെ അത് ഈ ടു കരിയർ എന്ന് പറഞ്ഞിട്ട് ഗോസ്റ്റ് ഹൗസ് എന്ന പടമുണ്ട്. ഒന്നൂടെ കൂടാം മുന്നം തെന്നിപ്പാടാം, ഒന്നൂടെ കൊണ്ടാടാം കുണ്ടാമണ്ടിത്തം, മല കേറി വരാം എന്നൊരു പാട്ടുണ്ട്. ഒരു ട്രാവൽ സോങ്ങാണ്. അപ്പൊ ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മളിരിക്കുന്നത് ബിച്ചു തിരുമല സാറിൻ്റെ കൂടെയാണ്. ബിച്ചു തിരുമല എന്ന് പറഞ്ഞാൽ ഒരു കാലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ലിറിസിസ്റ്റ് ആണ്. എത്രയോ പടങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പടങ്ങൾ. അപ്പോൾ പുള്ളി ഒരു ഡെയിലി ഇരിക്കും, പാട്ടുകൾ ചെയ്യും, ലിറിക്സ് എഴുതും, മാറ്റി പറയും. അപ്പോൾ അത് മാറ്റാൻ പറയും, പാടും, പാടി കേൾപ്പിക്കും. അങ്ങനെ ഒരു 4 ദിവസം ഇരുന്നിട്ടാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതും. ലിറിക്സ് വെച്ച് പാടണമല്ലോ, ട്യൂൺ ഓക്കെ ആയി, ലിറിക്സ് വെച്ച് പുള്ളി എഴുതുന്ന ലിറിക്സ് വെച്ച് പാടിക്കണമല്ലോ. അപ്പൊ ഈ അടിച്ചടിച്ച് പാടുന്ന വാക്കുകൾ എഴുതണമല്ലോ. ഒന്നൂടെ കൂടാം തട്ട, അപ്പൊ ട്യൂൺ ചെയ്യുമ്പോ അങ്ങനല്ലേ പാടുള്ളൂ. അപ്പൊ അതിനുള്ള വാക്കുകൾ എഴുതണമല്ലോ, ആ അടിച്ചുള്ള വാക്കുകൾ. അപ്പൊ അത് എഴുതി പലതും എഴുതി മാറ്റി 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 എഴുതുമ്പോൾ നമ്മൾ അതൊക്കെ പാടി കൊടുക്കും. പിന്നെയും കറക്റ്റ് ചെയ്യും. അടുത്ത് വരുമ്പോൾ അങ്ങനെ പാടിക്കൊടുത്ത് ലാസ്റ്റ് അവസാനം നമുക്ക് അതിനകത്തൊരു ചാൻസ് വന്നത്. അതുപോലെ ONV സാറിന്റെ പടത്തിൽ എന്ന് പറഞ്ഞാൽ തലപ്പാവ് എന്ന് പറഞ്ഞ പടം, അതിൽ ശരിക്കും 2 പാട്ടാണുള്ളത്. ഒന്ന് ചിത്രേച്ചി, നല്ലൊരു പാട്ടാണ് അതിനകത്ത്.
അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് കൂടെ ഉണ്ടായിരുന്നു. അത് ഈ മാവോയിസ്റ്റുകളുടെ കഥ പറയുന്ന ഒരു പടമാണ്. ആ പാട്ട് ഇങ്ങനെയായിരുന്നു: വനനീലിമയാം ഘനവേണിയഴിഞ്ഞിരുപാട് മുലഞ്ഞുലയായുലയേ പദതാരിലയോർത്തു ചിലമ്പുതിരും ദ്രുതതാളമൊടേ തുടി നാടമൊടേ നടമാടി വരും ഭയദായിനി നീ വനദേവികയോ മൃതിദൂതികയോ പറയൂ പറയൂ. ഇതായിരുന്നു പാട്ട്. ഈ പാട്ട് ഈ വാക്കുകൾ കേട്ടിട്ട് വല്ലതും മനസ്സിലാവണ്ട. വനനീലിമയാം ഘനവേണി കഴിഞ്ഞിരുപാട് മുലഞ്ഞുലയായാലേ ഇത് കേട്ട് ഒരു ഐഡിയ ഇല്ല. അലക്സാണ്ടർ പോലും കിട്ടത്തില്ല. അപ്പൊ ഒരു ദിവസം വാൻവി സാർ അലക്സാണ്ടറിന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ സംസാരിച്ചപ്പം അലക്സാണ്ടർ ചോദിച്ചു, സാറേ ഇതിന്റെ വരികളുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ പുള്ളി പറയാം, അത് ശരിക്കും പറഞ്ഞാൽ അതില് ആ പടത്തിലെ സിറ്റുവേഷൻ മാവോയിസ്റ്റുകൾ വന്ന് ആക്രമിക്കുമല്ലോ ഈ ജനങ്ങളെ, അവരുടെ ആൾക്കാരെ, അല്ല മാവോയിസ്റ്റുകളെ പോലീസുകാർ വന്ന് ആക്രമിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഇവര് ആണുങ്ങളെയൊക്കെ ഉപദ്രവിക്കും, പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ സിറ്റുവേഷനെ കവി ഉപയോഗിച്ചേക്കണ വനനീലിമയം ഘനവേണി, അതായത് ഒരു പെണ്ണിന്റെ തലമുടി കുത്തിരി പിടിച്ച് വലിച്ചടയ്ക്കുന്ന ഒരു മീനിങ് ആണ് പുള്ളി ഉദ്ദേശിച്ചത്. വനനീലിമയം, വനനീലിമ കാട്, എന്താ പറയുക, ഇടതൂർന്ന കാട്. ആ വനനീലിമയം ഘനവേണി, ഈ ഘനമുള്ള തലമുടി, വേണി എന്ന് പറഞ്ഞ തലമുടിയാണല്ലോ. അഴിഞ്ഞിരുപാട് മുലഞ്ഞുലയായുലയെ, അതായത് മുടിക്കുത്തിരിച്ച് വലിക്കുമ്പോ ആ മുടിയൊക്കെ കഴിഞ്ഞ് വലിച്ചുകൊണ്ട് പോവല്ലേ, അതിനെ കവി ഉപമിച്ച വാക്കാണ് പറഞ്ഞത്. ഞെട്ടിപ്പോയി, നമ്മൾ ചിന്തിക്കുമല്ലോ ഇല്ലേ, അത് ഭയങ്കര ഇതായിപ്പോയി കേട്ടത്. എൻ്റെ അമ്മ എന്നായിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു പുള്ളി തന്നെ പറഞ്ഞുതരാം അതിന്റെ അർത്ഥം നമ്മളോട് കൂടെ നിന്ന്. അങ്ങനെ പുള്ളിയുടെ ഒപ്പം ഇത് പറഞ്ഞു കേട്ട് അതിന്റെ അർത്ഥം കേട്ട് പാടാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഞാൻ പാടിക്കേണ്ടി പൃഥ്വിരാജ് വന്ന് കേൾക്കുകയും പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. അങ്ങനെയൊക്കെ പറയണതൊക്കെ അതേസമയം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറെ അനുഭവങ്ങൾ നമുക്ക് നല്ലത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നമ്മള് പാടാൻ കൊതിച്ചു വന്നിട്ട് പാടാൻ പറ്റാത്ത അത്യാവശ്യം സുശീല നമ്മളിവിടെ പാടി, അനുരാധ ശ്രീറാം, ശ്രീനേട്ടൻ, വേണുചേട്ടൻ, എല്ലാവരും കൂടെ അത്യാവശ്യം നമുക്ക്, സുജാത ചേച്ചി, ഉണ്ണിച്ചേട്ടൻ, അത്യാവശ്യം എല്ലാ ടോപ്പ് ലെവൽ, എം ജി ചേട്ടൻ്റെ കൂടെ, ചിത്രേച്ചിയുടെ വരെ എനിക്ക് പാടാൻ പറ്റിയിരുന്നു. പടത്തിലല്ല, ലൈഫ് സ്റ്റൈൽ. ഒരുപാട് ഷോസ്, ഒരു 3-4 ഷോ ചിത്രേച്ചിയോടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് പേയ്മെന്റ് കുറയാൻ ഞാൻ ആലോചിക്കും. ചിലവർ പറയും ചേട്ടാ പേയ്മെന്റ് കുറവാന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ പോകും. ഇന്നിവിടെ 5000 രൂപ കുറവായിട്ട് കാണും, അല്ല 10000 രൂപ കുറവായിട്ട്. നമ്മളിപ്പോൾ മേടിക്കുന്നത് 25-30 ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ട് അത് താഴ്ന്നു പാടാൻ പാടില്ല എന്നൊന്നുമില്ല. ആലോചിച്ചാൽ മതി. ഓരോരുത്തർ രാവിലെ പണിക്ക് പോകുമ്പം കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഒരു ദിവസം എത്ര രൂപ കിട്ടുന്നു? 1000 രൂപ, അല്ലെങ്കിൽ 1300, അല്ലെങ്കിൽ 1500 രൂപ. ഇതിനു വേണ്ടി രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് അവര് കഷ്ടപ്പെട്ട് ഓടി വന്ന് രാത്രി കഷ്ടപ്പെട്ട് വന്ന് പണിയെടുത്ത് വരുമ്പോൾ കിട്ടുന്ന ഇത്രയാണ്. നമ്മളൊരു ദിവസം വെറുതെ പോയി എന്റർടൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതുപോലും കുറവെന്ന് പറയുമ്പോൾ മാറിയിരിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാം. അത് ഇമേജ് ഫാക്ടറൊക്കെ ഉണ്ട് അതിനകത്ത്. ഞാൻ ഒരു പരിധി വരെയൊക്കെ നോക്കുള്ളൂ, കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ആ പൈസക്കുള്ള വാല്യൂ ഞാൻ കാണും. അതുകൊണ്ടാണ് അതിനങ്ങനെ തള്ളി കളയാൻ പാടില്ല, നമ്മള് ഒരുപാട് തള്ളി കളയാൻ പാടില്ല. അപ്പൊ ചിലവർ പറയും അങ്ങനെ ചെയ്യരുത്, ഇമേജ് മാത്രം നോക്കിയാൽ ശരിയാവുന്നു. ഇമേജ് വേണം, തീർച്ചയായിട്ടും വേണം, പക്ഷെ വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്നവർക്കൊന്നും ഒരുപാട് ആത്മാർത്ഥം കാണിച്ചിട്ടും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. ഈ ഫീൽഡിൽ എത്രത്തോളം ആത്മാർത്ഥം കാണിക്കുന്നു അത്രത്തോളം പണി കിട്ടും. സീരിയസ്ലി നമ്മൾ ഉടായ്പായിട്ട് നിന്ന് പോകുന്നതാണ് ഏറ്റവും നല്ല പരിപാടി. ആക്റ്റീവായിട്ടുണ്ടാവും ഈ ഫീൽഡിൽ. കാര്യമായിട്ട് നമ്മൾ അത്ര നല്ല, എത്രത്തോളം നല്ലവനാകുന്നു അത്രത്തോളം നമുക്ക് പണി കിട്ടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം മാറ്റി നമ്മൾ, അല്ലെങ്കിൽ ആദ്യം ഒഴിവാക്കപ്പെടുന്ന നമ്മൾ അങ്ങനെ ആയിരിക്കും. നേരെ വെച്ചാൽ അവർ ആ നിൽക്കേണ്ട പോലെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കേണ്ട ഇൻഡയറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ചില ഷോയിൽ നിന്നൊക്കെ മാറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതെന്തുകൊണ്ടാണെന്നും ഒക്കെ നമുക്ക് ഊഹിക്കാം. അങ്ങനെയുള്ള പിന്നെ പടങ്ങളുടെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ പാടി വെച്ചപ്പോൾ ഞാൻ ചോക്ലേറ്റ് പോലെയുള്ളൊരുണ്ട മേനി ചുറ്റിയുപ്പിലിട്ട മാങ്ങയാക്കി മാറ്റും ഇന്ന് ഞാൻ റിമിയും കൂടി 2 മണി വരെ ഇരുന്ന് പാടിയ പാട്ടത് റെക്കോർഡ് ചെയ്താണ്. അതെന്റെ മാറ്റി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് സിംഗേഴ്സിന് അത് അനുഭവമുണ്ട്, അങ്ങനെയുള്ള അനുഭവങ്ങൾ, പാട്ടുകൾ മാറ്റിയുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ എന്നെ പറയുന്നുണ്ട്. ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ ഉള്ളിലാ എന്നോടിന്നും ഇഷ്ടമല്ലേ, എന്റെ ട്രാക്കെല്ലാം പാടിയാണ് ഞാനാണ്. അതാ അലക്സാണ്ടർ തന്നെ പറഞ്ഞു താൻ പാടിയാ മതിയായിരുന്നു പാട്ടൊന്നും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വേറെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, കിട്ടുന്നതൊക്കെ ഭാഗ്യം. നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നല്ലൊരു അവസരം നമുക്ക് കിട്ടുന്നുള്ളത്. ചിലപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. നല്ല ഇപ്പൊ എല്ലാം പുതിയ ആൾക്കാർ വരുന്നു, ഇപ്പോൾ ഒരു അപ്കമിങ് ആർട്ടിസ്റ്റുകൾ വരുന്നു,
നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ ടാലന്റിൽ. അതെ. അത് എനിക്ക് നല്ല കോൺഫിഡൻറ്റാണ്, കുറച്ച് വിൽ പവർ കൂടുതലാണ്. കാരണം അപ്പൊ നോക്കണ ഈ സോഷ്യൽ മീഡിയ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബാക്ക്വേർഡാണ് സോഷ്യൽ മീഡിയയിൽ. അത് ലേറ്റ് ആയിപ്പോയി. കാരണം ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഷോസ് അങ്ങനെയുള്ള കാര്യം മാത്രം ചിന്തിച്ചു. ഇത് ഇത്രമാത്രം ആക്റ്റീവായി വരുന്നൊരു കാലഘട്ടത്തിലേക്ക് മാറുമെന്ന് ചിന്തിച്ചില്ല. അപ്പോഴേക്കും എനിക്ക് വേറെ കുറെ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഞാനത് ഇൻസ്റ്റ പോലും ഞാൻ ചെയ്തത് ലേറ്റായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ഇൻസ്റ്റയിലൊക്കെ വളരെ കുറവാണ് എൻ്റെ ഫോളോവേഴ്സൊക്കെ. പിന്നെ ഇനി ചെയ്യണം, ഇന്ന് ആക്റ്റീവ് ആക്കണം. വിത്തിൻ 1 year നല്ലതായിട്ട് ആക്റ്റീവ് ആക്കണം. അതിനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. കവർ സോങ്സ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ യൂട്യൂബിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വർക്കൗട്ട് ആവില്ല. നല്ല എക്സ്പെൻസ് വരും. ഒരു പാട്ട് കമ്പോസ് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യണം, അതിന്റെ ട്രാക്ക് എടുക്കണം. ഈ നമുക്ക് മോണിറ്ററൈസേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഇത് പാടാൻ പറ്റില്ല. നമ്മൾ വേറെ അൺപ്ലഗ്ഡ് വേർഷൻ ചെയ്യണം. അത് ചെയ്യുന്ന പേയ്മെന്റ് കൊടുക്കണം. ക്യാമറമാന്, എഡിറ്റിങ്, ഷോ, ഇതെല്ലാം വരുമ്പോൾ നല്ലൊരു എമൗണ്ട് കയ്യിൽ പോകും. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഗുണമില്ല, അല്ലെങ്കിൽ അതുപോലെ റീച്ചിലേക്ക് കയറണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഫുൾ പാട്ടോ അല്ലെങ്കിൽ കവറൊന്നും വേണ്ട, ഒരു പല്ലവി പാടിയിട്ടാ മതി. ഒരു 1 minute റീൽ പോലെ അത്ര ആൾക്കാർക്ക് കേൾക്കാൻ നേരമുള്ളൂ. ഇതിന്ന് ഫുള്ളായിട്ട് കേൾക്കാന്ന് ആൾക്കാർക്ക് തമിഴില്ല. ജസ്റ്റ് ആ പാടുന്നത് കേൾക്കുമ്പോൾ ക്യൂട്ടാണെന്ന് തോന്നിയാൽ അത് ഭയങ്കര ടാക്സ്. ഡേ ബൈ ഡേ അത്രയും പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പാട്ടുകാരും. അതെ. ഈ പാട്ടല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഹോബീസ്? ക്രിക്കറ്റ് ഭയങ്കര, കാരണം ഞാൻ ഓൾറെഡി ഒരു സ്പോർട്സ്മാൻ ആണ്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു ആദ്യം. തുടക്കമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെയുള്ള എല്ലാ കളിയും, ഫുട്ബോൾ കളിക്കാൻ പോകും, അങ്ങനെ എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ക്രിക്കറ്റൊക്കെ വന്നപ്പോഴേക്കും പതുക്കെ ക്രിക്കറ്റിലേക്ക് മാറി. നമ്മുടെ നാട്ടിൽ തന്നെ ടീമൊക്കെ ആയിട്ട് കളിക്കുമായിരുന്നു. അന്ന് ഈ പാഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്ന പരിപാടി ഇല്ലായിരുന്നു. അല്ലാതെ കോർക്ക് ബോളൊക്കെ വെച്ച് കളിക്കുമായിരുന്നു. പിന്നെ അത് പതുക്കെ കോളേജ് ലെവലിലേക്ക് വന്നപ്പോഴേക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബിൽ, എറണാകുളത്തെ ക്ലബ്ബിൽ ഞാൻ മെമ്പറായി. അപ്പോൾ അവിടെ കളിക്കും ഞാൻ കുറേ. അവിടുത്തെ ടീമിനോട് ഫോട്ടോ വെച്ച് പരേഡ്, അന്ന് ഇവിടെ ഗ്രൗണ്ടൊന്നുമില്ല, പരേഡ് ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ, നല്ലൊരു ഗ്രൗണ്ടായിട്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് പോയി കളിക്കുമായിരുന്നു. അംബേദ്കർ സ്റ്റേഡിയത്തിലായിരുന്നു നെറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇമ്പ്രൂവ്മെന്റ് അങ്ങനെ മാറി. പിന്നെ കുറേ നാളതൊക്കെ ഗ്യാപ്പായി. പിന്നെ ഫീൽഡിൽ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ആക്റ്റീവായി. അപ്പോഴാണ് ഇപ്പോൾ ഈ CCL എന്ന് പറയുന്ന സംഭവം രംഗത്തിറങ്ങിയത്, അമ്മ സംഘടനയുടെ ആക്ടേഴ്സിന്റെ സംഭവം. അത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഞങ്ങളൊരു പാട്ടുകാരുടെ ടീം തുടങ്ങി. ആ ടീം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ കൊച്ചിയിലൊക്കെ പോയിടുന്നു. രാവിലെ 6 മണിക്ക് കാറൊക്കെ എടുത്ത് പോയിട്ട് കൊച്ചിയിൽ പോയിട്ട് ഇത് ടെന്നീസ് ബോൾ കളിക്കാനേ കൊച്ചിയിൽ ഇത് വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ പോയിട്ട് ബോട്ടൊക്കെ പിടിച്ച് അപ്പുറത്ത് പോകും. പൈപ്പിൽ ജങ്കാറില്ലേ, അവിടെ ചെന്നിട്ട് വണ്ടി അവിടെ ഇടും. ഇത് ജങ്കാർ എടുത്തിട്ട് അപ്പുറത്ത് പോയിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് ഗ്രൗണ്ടിൽ പോകും. ഇത് പോയി കളിക്കുന്നത് ടെന്നീസ് ബോളിൽ, ക്രിക്കറ്റ് ക്രേസാ. അങ്ങനെ കുറെ നാൾ പോയി ഞങ്ങൾക്ക് തന്നെ തോന്നി ഇതിങ്ങനെ കളിച്ചാൽ പോരാ, നമുക്ക് ക്രിക്കറ്റ് ഇതായിട്ട് കളിക്കണം, ടീമായിട്ട് അല്ല ഒരു പ്രൊഫഷണൽ ആയിട്ട്. അങ്ങനെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമുക്ക് പരിചയമുള്ള സുനിൽ പള്ള എന്ന് പറഞ്ഞ ഒരാൾ മുഖേന അവിടെ പോയി നെറ്റ്സ് എടുത്ത് പാഡ്സും ക്രിക്കറ്റ് ബോളിൽ നല്ല ബാറ്റൊക്കെ വാങ്ങി അവിടെ പ്രാക്ടീസ് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് മുത്തൂറ്റ്, നമ്മുടെ എടപ്പള്ളി മുത്തൂറ്റിന്റെ ഒരു ടീമുണ്ട്, അത്യാവശ്യം കേരളത്തിലെ ഫേമസ്. അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉള്ളവർ നമ്മളെ പലരും ഞങ്ങളെയൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളവരാണ്, പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടുള്ളവർ. അങ്ങനെ എല്ലാവരും കുറേ പേര് എന്നെ അറിയാൻ വന്ന് സംസാരിച്ച് അപ്പോൾ നമുക്ക് കുറേ സപ്പോർട്ട് ചെയ്യും. അപ്പം അന്ന് വേറെ ടീമുകളൊന്നുമില്ല കേട്ടോ, ഈ ഇന്റർനാഷണൽ സെലിബ്രിറ്റിയിൽ വേറെ ടീമുകളൊന്നുമില്ല. അപ്പം ഞങ്ങളോട് പറയാം, നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ പോരാ, ഒരു ടൂർണമെന്റ്, ഒരു മാച്ച് കളിക്കണം, നല്ല അറിയാൻ പറ്റുള്ളൂ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് CCL കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് പേര് പുറത്തുണ്ട്. നിഖിൽ മേനൻ, കുഞ്ചാക്കോ ബോബൻ, അവരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വിജയ് ശ്വാസ്, അഫ്സലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്നാൽ ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കാം. അപ്പം ഞാൻ നിഖിലായിട്ട് പരിചയമുണ്ട്. നിഖിലിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു മാച്ച് സംഘടിപ്പിക്കാം, ചുമ്മാ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നു. അത് അപ്പോൾ വിജയ് പറഞ്ഞാൽ നമുക്കത് 3000 രൂപ ബെറ്റ്, ഒരു രസം വേണ്ടേ, 3000 rupees ഒരു ബെറ്റ് വെച്ച് കളിക്കാം. ഞാൻ പറയാം ആദ്യമായിട്ടാണ് ഗ്രൗണ്ടിൽ പ്രൊഫഷണലായിട്ട് എല്ലാവരും കളിക്കാൻ വന്നത്, ഫസ്റ്റ് തന്നെ ബെറ്റൊക്കെ വെച്ച് കളിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എല്ലാം കളിക്കാം, രസം വേണ്ടേ, ത്രില്ല് വേണ്ടേ. അങ്ങനെ കളിച്ചു. പക്ഷേ അവർ 166 അടിച്ചു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ബീറ്റ് ചെയ്ത് ആ 3000 മേടിച്ച് വാശിയായി. അത് ജയിച്ചതോടെ ഞങ്ങളെ വന്ന് ഒരു മാഗസിൻ വന്ന് കവർ ചെയ്തു. അത് ഭയങ്കര ഞങ്ങളെ ഫുൾ ടീമിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ഇംഗ്ലീഷ് മാഗസിൻ, ഭയങ്കര ഒരു പബ്ലിസിറ്റി ഒക്കെ വന്നു. അത് കുറെ പേര് കാണാൻ ഭയങ്കര, അതങ്ങനെ ഒരു സംഭവം തുടങ്ങി എന്നുള്ളത് അറിയുന്നു. പിന്നെ ഞങ്ങളിവിടെ പ്രൊഡ്യൂസേഴ്സായിട്ട് കളിക്കുന്നു, ഡയറക്ടേഴ്സായിട്ട് കളിക്കുന്നു. അങ്ങനെ പതുക്കെ നമ്മൾ തുടങ്ങി. പിന്നെ ചെറിയ ടീമായിട്ട് കളിച്ചു. പിന്നെ ജീൻ പൊള്ളാറിൻ്റെ ഒരു ടീം വന്നു. അങ്ങനെ 5 ടീമിൻ്റെ ഒരു ടീമായിട്ട് കളിക്കുന്നു.
ആ ടീമിൽ നമ്മൾ ഇറങ്ങി കളിച്ച് എങ്ങനെയല്ല അവസാനം കപ്പ് നമ്മൾ അടിച്ചു. കപ്പ് നമ്മൾ അടിക്കുന്നു. അവിടെ നിന്നാണ് ഡെവലപ്പ് ആവണം. അങ്ങനെ ഡെവലപ്പായി ഇപ്പോൾ ഇന്റേണൽ സെലിബ്രിറ്റിയിൽ വൻ ടീമുകൾ 17 ടീമുകൾ നല്ല ഇത് കളിക്കുന്നു. എല്ലാ വർഷവും ഒരു ഡിസംബർ അല്ല, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ ഏപ്രിൽ വരെ എല്ലാ മാസം ടൂർണമെന്റ്സ് ഉണ്ടാവും. പിന്നെ ഒരു ഈ IPL ഓപ്ഷൻ പോലെ ഈ ടീമുകളിൽ തന്നെ ഒരു 4 ലക്ഷം രൂപയ്ക്കൊക്കെ ഓരോ ടീം ഹയർ ചെയ്തിട്ട് ഈ ടീമുകളിലുള്ളവരെ വിളിച്ചെടുത്ത് അങ്ങനെ മിക്സ് ചെയ്ത ടീം. അത് എല്ലാ സ്റ്റാർസ് അംബാസഡറൊക്കെ സ്റ്റാർസാണ്. എല്ലാ ചാനലിലും റീൽസിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അതിപ്പോൾ ഈ ഫെബ്രുവരി 2nd സീസൺ സ്റ്റാർട്ടാണ്. അപ്പൊ ഈ കളിയുടെ പോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ വല്ല റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ റൈസ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ വർക്കൗട്ടും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. എപ്പോഴും 10ാം ക്ലാസ് തൊട്ട് ഞാനത് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ജിം ബോഡി ബിൽഡിംഗ് അല്ല എൻ്റെ ഉദ്ദേശം, ഫിറ്റ്നസ്, ഹെൽത്തി ഈറ്റിംഗ്. ഫിറ്റ്നസ് നോക്കും. പിന്നെ ആ ഫിറ്റ്നസിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് എന്താ പറയാ ഷേപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ട് വിട്ട് ഇങ്ങനെ ചെയ്തു. ചിലപ്പോൾ ബ്രേക്ക് വരും, പ്രോഗ്രാംസ് വരുമ്പോൾ. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും വർക്കൗട്ട് ആവും. ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, വൺ ടൈം റൈസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം എന്തായിരിക്കും? ബ്രേക്ക്ഫാസ്റ്റ് റൈസ് ഐറ്റംസ് ഇപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ റൈസ് എന്നുള്ള രീതിയിൽ കാണാറില്ല. മീൻസ് അതിന് മിക്സ് ഉണ്ടല്ലോ. അതെ, ഞമ്മള് ചോറെന്നുള്ള ഐറ്റമായിട്ട് മാത്രം. പിന്നെ രാവിലെ അല്ലെങ്കിൽ ഗോതമ്പിന്റെ പുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും രാവിലെ കഴിക്കുക. അല്ലെങ്കിൽ ബ്രെഡ്, എഗ്ഗ് അങ്ങനെയുള്ള സാധനങ്ങൾ. പാലധികം കഴിക്കാറില്ല. എനിക്ക് സൈനസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പാൽ കുടിക്കൽ പ്രശ്നമാണ്. ലെമൺ ടീ ആണ് നമ്മളുടെ ആരോഗ്യത്തിന്. അത് ലെമൺ ടീ ഭയങ്കര നല്ലതായിട്ട് പലരും പറയാറുണ്ട്. തേനും കൂടി വെച്ചാൽ നല്ലതെന്ന് പറയും. നൈറ്റ് എപ്പോഴും ഞാൻ ചോറ് ടോട്ടലി അവോയ്ഡ് ചെയ്യണം. റൈസ് ഒഴിവാക്കി ചപ്പാത്തി, ചിലപ്പോൾ പൊറോട്ട കഴിക്കാൻ വെള്ളം പറയും. ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനെ ഗോതമ്പ് പുട്ടുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ചൂസ് ചെയ്യുക. ഇപ്പോഴത്തെ അൽഫാം അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കും. ജങ്ക് ഫുഡാണ്, എന്നാലും വല്ലപ്പോഴൊക്കെ ഐസ്ക്രീംസ് അങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് കഴിക്കാൻ. തണുപ്പ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ കഴിക്കും, ചില സമയത്ത് കൊതി തോന്നുമ്പം എടുത്ത് വായിലിട്ട് കുറച്ചങ്ങനെ അളിപ്പിച്ച് കഴിക്കും. കാരണം ഈ ഗാനമേളക്കൊക്കെ പോകുമ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങളായിരിക്കുമല്ലോ. തണുത്തത് പ്രശ്നമായിരിക്കും. SPB ഫാൻ ആയതുകൊണ്ട് ഐസ്ക്രീം കഴിച്ചിട്ട് പുള്ളി കൂളായിട്ട് കഴിക്കും. സ്റ്റേജിൽ തണുത്തോളം കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് പുള്ളിയുടെ പ്രോഗ്രാമിപ്പം സൈഡിൽ തണുത്തോളം കുടിച്ചിട്ട് അടുത്ത് കുടിക്കാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര റെയറായിട്ട് സിംഗേഴ്സ് ചെയ്യുന്ന പുള്ളിയുടെ വോയിസിനെന്തോ എല്ലാം ഓക്കെയാണ്. ഭയങ്കര അതൊരു ജന്മം, എക്സ്ട്രാ ഓർഡിനറി. 4 പേര് പുള്ളിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. SPB സാറിന്റെ പാട്ടുകൾ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി നിലാവിനെ കുറിച്ച് പാടിയുള്ള പാട്ടുകൾ മിക്കതും ഹിറ്റാ. ആ പുള്ളി തന്നെ പറയും സ്റ്റേജിൽ. അപ്പൊ അത് തന്നെ ഓർമ്മ പാടാം. നിലാവേവാ செல்லாதேவா என்னாலும் செவ்வானம் நான் என்னை நீதான் பிரிந்தாலும் நினைவாலே அணைத்தேன் நிலாவேவா செல்லாதேவா. അത് പുള്ളിയുടെ ഭയങ്കരമായിട്ടൊരു പാട്ടാണ്. അത് എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. പുള്ളി പാടിയിട്ടുള്ള പാട്ടുകളിലെ നിലാവിനെ കുറിച്ച് പാടിയിട്ടുള്ള ബെസ്റ്റ് സോങ്. സ്റ്റേജിൽ പെട്ടെന്ന് പുള്ളി ഇംപ്രവൈസ് ചെയ്ത് പാടാൻ ഭയങ്കരമായിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ റൂട്ടിൽ തന്നെ പാടി എത്തിക്കാന്ന് പറയുന്നത്. 10 മിനിറ്റ് കൊണ്ടൊക്കെ പാട്ട് പാടി പോണ. 10 മിനിറ്റ് മതി പുള്ളിക്ക് പാട്ട് പാടി തരാൻ. പഠിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റാണ്. സ്ട്രെയിറ്റ് അല്ലേ അന്നൊക്കെ, ടേക്കാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഒരു വാക്ക് വരെ പഞ്ച് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം അതുവരെ മാറ്റിയെടുക്കാം. പാടിയിട്ട് പോയി അവിടെ ശ്രുതി കയറണമെന്ന് പറഞ്ഞാൽ അത് ഓട്ടോട്യൂണുണ്ട്, അത് ഓക്കെയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ല, ആരോ പറഞ്ഞ പോലെ കാലഘട്ടത്തിന് അത് ഓക്കെ. അതുകൊണ്ട് അതൊക്കെ കുറെ ഗുണങ്ങളാണ്. സിംഗറിനെ എവിടെ വെച്ച് പാടിക്കാൻ ഒരുമിച്ച് കാണാൻ പറ്റില്ല മാത്രമാണ്. കാണാൻ പറ്റില്ല, ആ ഫ്ലോ കിട്ടില്ല. ഒറ്റടിക്ക് പാടുന്നതിന്റെ സുഖം കിട്ടില്ല, അതിന്റെ ഫിനിഷിങ് കിട്ടത്തില്ല, ഫ്ലോ കിട്ടത്തില്ല.
അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ സമം പോലത്തെ ഓർഗനൈസേഷനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നില്ല, ഒരുപാട് പേരെ കാണാനും. സത്യം, വളരെ കറക്റ്റാണ് കാര്യം പറഞ്ഞത്. അതായത് ഈ അടുത്ത ആരോ പറയുക കൂടി ചെയ്താൽ ഞങ്ങൾ കൂടിയപ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. കറക്റ്റാണ്, അതൊരു സന്തോഷമുള്ള സമയമാണ്. അത് എല്ലാവരും എല്ലാ സിംഗേഴ്സും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ആ ഒരു സമയത്ത് അല്ലെ, പാട്ട് മാത്രമല്ല എല്ലാവരുടെ മനസ്സിൽ. സത്യം. അപ്പൊ അങ്ങനെ ഒരു ഇതുകൊണ്ട് ഈ സമത്തിൽ അങ്ങനെ ഇതെല്ലാ സിംഗേഴ്സായിട്ട് കൂടുമ്പോഴും കുറെ നല്ല പാട്ടുകൾ പാടാം, നല്ല പാട്ടുകൾ കേൾക്കാം. അല്ല ഇപ്പൊ എന്താ പറയാ, ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ടാവുമല്ലോ, ഇന്നാളുടെ കൂടെ കൊളാബ് ചെയ്തിട്ടൊരു അല്ലെങ്കിൽ ഇന്ന കമ്പോസറിന്റെ പാട്ട് പാടണം. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറയുമ്പോൾ ചിരിക്കരുത്. ഇളയരാജയുടെ പാട്ടുകൾ പാടണം വലിയ ആഗ്രഹമുണ്ട്. അത് നടക്കാത്ത കാര്യമാണ്. എന്നാലും പറയാൻ പറ്റില്ല, നമ്മുടെ സമയം പറയാൻ പറ്റില്ല. ഇപ്പോഴാണ് നമുക്കൊരു സമയം തെളിയില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ പാട്ട് എന്നുള്ളതല്ല, പുള്ളിനൊന്ന് കണ്ടാൽ മതിയായിരുന്നു, നേരിട്ടത് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. കാരണം ഒരു വല്ലാത്ത ജീനിയസ് ആണ് പുള്ളി. അപ്പം അതുകൊണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. എനിക്കൊരാഗ്രഹമാണ് സത്യം, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അദ്ദേഹത്തിനൊക്കെ പാട്ടുകൾ ഒരെണ്ണം ഒരു ലൈൻ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. രാജാ സാറിന്റെ പാട്ടിലെ ഏതെങ്കിലും ഒരു രാജാ പാട്ടിൽ പാടാൻ നമ്മളൊരു സെലക്ഷൻ ചോദിച്ചാൽ ഇഷ്ടമുള്ളതും ചോദിക്കാൻ പറ്റില്ല, ഒന്നും പറയാനില്ല. അതൊരു മണ്ടത്തര ചോദ്യമായി പോവും. ഇളം കാറ്റ് വീസുതേ യസ പോല പേസുതേ വളയാത മൂങ്കിതിൽ രാഗം വളഞ്ചു ഓടുതേ മേഘം ഒഴിച്ച് കേക്കുതേ കരുംപാരം മനസ്സില മയിൽ തൂക വിരിക്കുതേ മഴച്ചാറൽ തെറിക്കുതേ പുൽവെളി പാത വിരിക്കുതേ വാനവിൽ കൊടയും പൊടിക്കുതേ പുൽവെളി പാത വിരിക്കുതേ വാനവിൽ കൊടയും പൊടിക്കുതേ മണിനോസை കേട്ട് മനക്കதவை திறக்குதே புதிய தாளம் போட்டு உடல் காற்றில் மிதக்குதே இளம் காற்று வீசுதே எச போல பேசுதே வளையாத மூங்கிதில் ராகம் வளைஞ்சு ஓடுதே மேகம் முழிச்சு കേക്കുതേ. ഇപ്പൊ നമുക്ക് തിരിച്ച് ക്ലാസ്മേറ്റ്സിലോട്ട് വരാം. നേരത്തെ പറഞ്ഞില്ല ആ പാട്ട് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതെ, ആക്ച്വലി ക്ലാസ്മേറ്റ്സിൽ ഒരു ട്രാവൽ സോങ് എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ ഫ്രാങ്കോയും സൈനോരും കൂടി ചെയ്തൊരു പാട്ടാണ് കമ്പോസ് ചെയ്തിരുന്നത്. അതൊരു വേറെ മോഡേൺ ടൈപ്പ് ഒരു റിതമിക് ആയിട്ടുള്ള സാധനം വെച്ചിട്ട്, പക്ഷെ അതെന്തോ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടാട്ടോ എന്തോ അറിയില്ല, അതൊന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞിട്ട് മാറ്റി പിടിച്ചു. അത് ഈ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, UK ഷോയ്ക്ക് പോയിരിക്കുന്ന സമയമായിരുന്നു. അപ്പം പോയി വന്നതിന് ശേഷമാണ് ഈ മാറ്റി പിടിച്ച സോങ് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അലക്സറ്റും വിളിച്ചു, എന്നിട്ട് അങ്ങനെ പാട്ട് പഠിച്ച് ഞങ്ങൾ 3 സിംഗേഴ്സ് കൂടെ ഒന്നിച്ച് നിന്ന് പാടിയതാണ് ഈ പാട്ട്. ഇതു, ഞാൻ, റെജു. കാരണം അതൊരു എല്ലാവരും കൂടി പാടുന്ന പാട്ടല്ലേ. അങ്ങനെ പാടിയെങ്കിലും ഇതൊരു ഇത്രയും വലിയൊരു ഇമ്പാക്റ്റായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പോ നമ്മളൊരു ഗ്യാതറിംഗ് എന്ന് പറയുന്ന സംഭവം തുടങ്ങി തന്നെ ക്ലാസ്മേറ്റ്സ് പാടാൻ തുടങ്ങിയ ശേഷം എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ അല്ലേ, റിയൂണിയൻ. കുറെ ഫ്രണ്ട്സ് നമുക്ക് തിരിച്ചു കിട്ടുന്നവരുണ്ട് അതിനകത്ത് അല്ലെ, കുറെ കാര്യങ്ങൾ അതുകൊണ്ട് നടക്കുന്നതുണ്ട്. അപ്പൊ അതിലെപ്പോഴും ഈ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. അതൊരു വലിയ ഭാഗ്യമാണ്, ആ പാട്ടിന്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും അത് ഞാൻ രണ്ടുപേരും പാടാം. അയ്യോ, അത് എനിക്ക് തോന്നുന്നു എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടായിരിക്കും അത്. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നി ഇടനാഴിയിലായി മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നി ഇടനാഴിയിലായി. ഈ പാട്ട് ഭയങ്കര എല്ലാരും ആ ക്യാമ്പസിന്റെ ഉള്ളിലോട്ട് തിരിച്ചു പോകുന്ന ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും അതൊരങ്ങനത്തെ അതിന്റെ ഇൻട്രോയും എല്ലാം ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഇമ്പാക്ട് ആയിരുന്നു. അങ്ങനത്തെ ഒരു പാട്ട് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ
അല്ലേ? സത്യം. അത് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് സിങ്ക് വന്നല്ല നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ടിനോടും തോന്നല്ല. ഈ പാട്ടുകൾ കമ്പോസിങ് ചെയ്യണതിനെ കുറിച്ചിട്ട് എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും? ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ആക്ച്വലി കമ്പോസിങ് എനിക്ക് ഭയങ്കര ചെയ്യുന്നവരോട് ഭയങ്കര റെസ്പെക്ട് ആണ്. കാരണം വെച്ചാൽ കമ്പോസിങ് എന്ന് പറയുന്നത് അത് ആ ഒരു ശരിക്കും എല്ലാവരും വിചാരിക്കുന്നത് വെറുതെ ഒരു പാട്ട് കമ്പോസ് ചെയ്യലല്ല, ഒരു പടത്തിലൊക്കെ ചെയ്യുമ്പോൾ സിറ്റുവേഷൻ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്. ഈ സിറ്റുവേഷൻ വന്ന് പറയണതും അതിനുവേണ്ടി ഒരു 50 പാട്ട് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ട്യൂൺസ് ചെയ്യും. ആ ട്യൂണൊന്നും ഓർമ്മയില്ല, അത്രയും ട്യൂൺ ചെയ്ത് നമ്മളെ കൂടെ നിന്ന് പാടിയിട്ടുണ്ട്. അപ്പോൾ നിസ്സാര കാര്യമല്ല. എല്ലാവരും പറയും ഞാൻ കമ്പോസ് ചെയ്യും അതൊക്കെ പറയും. ഒരു പാട്ട് സിറ്റുവേഷൻ വന്ന് കമ്പോസ് ചെയ്യുമ്പോഴാണ് വ്യത്യാസം. പക്ഷെ എനിക്ക് കുറേ പാട്ടുകൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരാറുണ്ട്. പിന്നെ ചില ലിറിക്സുകൾ വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് പാടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു പാട്ട്, ഒരു ഓണപ്പാട്ടുണ്ട്. ഒരു ജസ്റ്റ് 2 ലൈൻ ഞാൻ പാടാം. പാട്ട് എങ്ങനെയുള്ളൂ: ഓണമായി 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 ഓമൽക്കിടാങ്ങളെ ഓടിവായോ. ഇങ്ങനെയാണ് എനിക്ക് ലിറിക്ക് കിട്ടിയത്. ഓണക്കിളി ഓമൽക്കിളി പിന്നെന്തോ തുമ്പയും ഇതുകൊണ്ട് ഓടിവായോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിങ്ങനെ വെറുതെ ലിറിക്കായിട്ട് എനിക്ക് അവരെഴുതുന്ന ആളാണെന്നുകൊണ്ട് എനിക്ക് ലിറിക്ക് അയച്ചത്. അപ്പം ഞാനത് എൻ്റെ രീതിയിൽ കമ്പോസ് ചെയ്തത്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തിട്ടില്ല. അതെവിടെയെങ്കിലും ചെയ്യണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ പാട്ട് എങ്ങനെയേ ഉള്ളൂ: ഓണമായി 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 ഓമൽക്കിടാങ്ങളെ ഓടിവായോ ഓമൽക്കിളി ഓരോമൽക്കിളി താരാറിരാറങ്ങനോടിവായോ ഓണമായി 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 ഓമൽക്കിടാങ്ങളെ ഓടിവായോ വരികയാണത്. അപ്പൊ ഞാനിത് ഇങ്ങനെ കമ്പോസ് ചെയ്തത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അതിൻ്റെ ആക്ച്വലി ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അതിൻ്റെ ഒരു മൂഡ് നമുക്ക് വരുമ്പോഴാണ് ഈ പാട്ടിന് സുഖം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ക്രിസ്ത്യൻ ഡിവോഷൻ, നമ്മൾ ക്രിസ്മസ് വരുമ്പോൾ എത്ര പുതിയ പാട്ടിറങ്ങിയാലും നമുക്കിപ്പോൾ കാലിത്തൊഴുത്തിൽ പിറന്നവനെ അങ്ങനത്തെ ഒരു പാട്ട് കേൾക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ആ ക്രിസ്മസ് ഫീൽ ഫുള്ള് നമുക്ക് വരും. അങ്ങനെയുള്ള കുറെ രാത്രി രാത്രി രചത രാത്രി രാജാതിരാജൻ അങ്ങനൊരു പാട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു കറക്റ്റ് ഒരു ക്രിസ്ത്യൻ ആ ക്രിസ്മസ് ഫീൽ വരും. ഓണത്തിന്റെ പാട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ ഓണത്തിന്റെ ഏറ്റവും കൂടുതൽ വരുമ്പോഴും നമ്മള് പറ നിറയെ പൊന്ന്, അതുപോലെ ഉത്രാടപ്പൂ, ഇത് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ വരുന്നത്. അത്രയും ഫീലുള്ള പാട്ടുകളാണ് ഇതിന് ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് ഈ പാട്ട് ചെയ്തപ്പോൾ ഇത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് വരുമ്പോൾ ആ ഫീലിലേക്ക് വരും എന്ന് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. മിക്കവാറും ഞാൻ അടുത്ത ഓണത്തിന് ഞാൻ ചെയ്യും. ഞാൻ ഇറക്കും. കമ്പോസറും കൂടി ഉറപ്പായിട്ടും. ബാൻഡ് സത്യം പറയാം, എനിക്ക് ഇങ്ങനെ ഈ ബാൻഡ് എന്നുള്ള കൺസെപ്റ്റോട് എനിക്ക് വലിയ താല്പര്യം തോന്നില്ല. കാരണം ഒരു ബാൻഡിലായാലും പെർഫോം ചെയ്യണം ഈ പാട്ടുകളൊക്കെ തന്നെ. പരിപാടി ലൈവില് വിജയിക്കണമെങ്കിൽ ബാൻഡ് മാത്രമായിട്ട് ചെയ്തിട്ട് വിജയിക്കില്ല. അത് അങ്ങനത്തെ ഒരു ക്രൗഡിനെ കിട്ടണം. ചില ക്രൗഡുണ്ട് അവിടെ ബാൻഡ് സെറ്റപ്പ് ഓക്കെ ആയിരിക്കും. ഞാൻ ഈ അടുത്ത് കാർത്തിക്കിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു, തമിഴ് സിംഗറിലെ. അതാണ് ബാൻഡ്. അതുപോലെ അർജിത് സിംഗ് ഒക്കെ ചെയ്യില്ലേ, അവര് വെച്ചാല് വന്നിട്ട് അങ്ങോട്ട് നിന്ന് സ്റ്റൈലങ്ങോട്ട് പാടാൻ തുടങ്ങിയാണല്ലോ. നോൺ സ്റ്റോപ്പാണ്. ഫീമെയിൽ സിംഗറൊന്നുമില്ല. അവർ വന്നൊരു പാട്ടിനെ പല രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു മാല ഇളവയിൽ നേരം, അത് അവരുടെ രീതിയിൽ 4 ഇൻസ്ട്രുമെന്റേ ഉള്ളൂ, 4-5 ഇൻസ്ട്രുമെന്റേ ഉള്ളൂ. അവരുടെ രീതിയിൽ ലൈവ് പെർഫോം ചെയ്യണം. അതാണ് ശരിക്കും ബാൻഡ് കൺസെപ്റ്റ്. അല്ലാത്തൊരു ട്രൂപ്പുകാരോ അല്ലെങ്കിൽ അങ്ങനെ ബാൻഡ് ചെയ്യുമ്പോൾ എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് ക്രൗഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അതിനോട് ഒരിക്കലും എതിരഭിപ്രായമൊന്നുമില്ല. അതൊക്കെ കാലത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് ആണ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇൻഡിപെൻഡന്റ് ട്രാക്കിലൂടെയാണ് ഇപ്പൊ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സിംഗേഴ്സ് വന്ന കാരണം ഐഡന്റിറ്റി എന്നുള്ള സംഭവം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റാ പറഞ്ഞത്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോഴും കുറെ പേര് അറിയുന്നത്. നമ്മൾ പണ്ടും കുറെ ചാനൽ ഷോസ് ഒക്കെ ചെയ്ത് പലരും എന്നെ അറിയുന്നവരുണ്ട് ഇപ്പോഴും. ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ പ്രോഗ്രാം, നമ്മുടെ എന്റെ ഇന്ന സ്ഥലത്ത് പ്രോഗ്രാം കണ്ടവരൊക്കെ പറയും. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അത് ഐഡന്റിറ്റി കുറഞ്ഞിട്ടുണ്ട് സത്യം. കാരണം ഇപ്പൊ ഇന്ന് വിളിക്കുന്നത് നാളെ വിളിക്കണമെന്നില്ല, അടുത്ത ആളായിരിക്കും വേറെ സ്ഥലത്ത് വരുന്നത്. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു പാട്ട് ഹിറ്റ് ആയി കഴിഞ്ഞാലും അത് ആ സിംഗറിനെ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. സത്യം പറയണതാ, ഭയങ്കര വൈറലായിട്ട് ഹിറ്റ് ആവാണ്ടിരിക്കണമെന്ന് നല്ലത്. അത്രയും പെട്ടെന്ന് നമ്മൾ വെറുപ്പിക്കും. സത്യം. അത് തന്നെ കേട്ട് ആ പാട്ടിനോടുള്ള വെറുപ്പാവും നമുക്ക് ഇല്ലേ. കുറെ പാട്ടുകളുണ്ട് അങ്ങനെ അറിയാറില്ല. ഈ അടുത്ത് വന്നിട്ടുണ്ട് എത്രയോ പാട്ടുകൾ. നേരെ വെച്ചാൽ ഒരു ആവറേജ് ഹിറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, അത് ഗ്രാജുവലി ഹിറ്റായി വരും. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റാ, കുറച്ച് ലാസ്റ്റിംഗ് കിട്ടും.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറെ പിള്ളേരുണ്ട് ഇങ്ങനെ ഈ ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികൾ. അപ്പൊ അവർക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്താണ് ഒരു ടിപ്സ് പോലെ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഡെഫിനറ്റ്ലി ക്ലാസിക്കൽ ട്രെയിൻഡ് ആയിട്ട് വരുന്നത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും, അത് സംശയമൊന്നുമില്ലാത്ത കാര്യം. ക്ലാസിക്കൽ ഓർ ഗസൽ, ഹിന്ദുസ്ഥാനി, അത് നമുക്കത് പറ്റിയിട്ടില്ലല്ലോ, പക്ഷെ അത് അതിന്റെ വ്യത്യാസം നല്ലപോലെ ഉണ്ടാവും. പാടുമ്പോൾ റെക്കോർഡിങ്ങിലൊക്കെ പാടുമ്പോൾ നല്ലപോലെ ഉണ്ടാവും. പിന്നെ ഞാൻ പറയണത് ഒരുപാട് ലെജൻസിന്റെ പാട്ടുകൾ കേൾക്കണം എന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് അതിലേക്ക് ശരിക്കും വരാൻ പറ്റുള്ളൂ. നല്ലപോലെ പാട്ടുകൾ കേൾക്കണം. പിന്നെ സസ്റ്റെയിൻ, ബ്രത്ത് ഇല്ലേ, സസ്റ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റെക്കോർഡിങ്ങിൽ. ഒരു ലൈൻ പാടി സസ്റ്റെയിൻ എത്രത്തോളം ചെയ്ത് നിർത്താൻ പറ്റുന്നു എന്നുള്ളത് റെക്കോർഡിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ റെക്കോർഡിങ് പുറത്തുനിന്ന് പാടുമ്പോൾ ലൈവിൽ പാടുമ്പോൾ അടിപൊളിയാണെന്ന് പറയുന്ന ഒരാൾക്ക് റെക്കോർഡിങ് വരുമ്പോൾ അതുപോലെ പാടാൻ പറ്റണമെന്നില്ല. അത് വ്യത്യാസമുണ്ട്. അതിനാണ് ഈ ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നത്. റെക്കോർഡിങ് എൻ്റെ വേറൊരു പ്രോസസ്സാണ്. പിന്നെ അതിൻ്റെ കൺട്രോൾ ഉണ്ട്, ഭയങ്കര ഓപ്പൺ ത്രോട്ടിൽ പാടുക, അതും കൺട്രോൾ ചെയ്യാൻ. ഈ പല സിംഗേഴ്സ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിംഗറിനോട് പറഞ്ഞോളൂ, പാടുന്നുണ്ട് നന്നായിട്ട്, പക്ഷെ ഈ ഓപ്പൺ ത്രോട്ട് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പാടില്ല, ചില സ്ഥലത്താകുമ്പോൾ കൺട്രോൾ ചെയ്ത് ഇത് ചെയ്യണം. അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച്, പിന്നെ മെയിൻ ഇമ്പോർട്ടൻസ് ഫീൽ കൊടുത്ത് പാടുക. പാട്ടിന് ഫീല് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പാട്ടിനും അടിച്ചുപൊളിയായാലും അടിച്ചുപൊളി അതിന് ഫീൽ ഉണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ന്യൂ ഇയറിന് പാടുന്ന പാട്ടാണ് ഇളമൈതോ എന്നുള്ള പാട്ട്, അടിച്ചുപൊളിയായിട്ട്. ആക്ച്വലി ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മെലോഡിയസ് ആയിട്ട് പുള്ളി പാടിയാണ്. ഇളമൈ ഇത് ഇത് അങ്ങനത്തെ ഒരു സാധനം ഇട്ടിട്ട് പാടിയാണ്. കാലേജ് ടീനേജ് അങ്ങനത്തെ ഒരു സാധനങ്ങളെ പാടിക്കണേ. നമ്മൾ കാലേജ് ടീനേജ് ഇപ്പം ഇങ്ങനെയൊക്കെ പാടുന്നത്. ആക്ച്വലി അങ്ങനെ എല്ലാ പാട്ടാണ്. വാലിബത്തിൻ മന്മഥൻ അങ്ങനെ പുള്ളി പാടുന്നത്. ലീലകളിൽ മന്നവൻ രാത്രിയിൽ ചന്ദ്രൻ അങ്ങനെ പാടുന്നത്. അങ്ങനത്തെ ഒരു മോഡുലേഷൻസ് ശ്രദ്ധിച്ച് പാടുന്നതിലാണ് റെക്കോർഡിങ്ങിന്റെ പ്രത്യേകത. ഇതിൽ കൂടെ ടിപ്പൊന്നും കൊടുക്കാൻ ഞാൻ ആളല്ല, അത് ശരത്തേനുള്ള ആൾക്കാർ കൊടുക്കാൻ ടിപ്പ്. ഹിന്ദിയുടെ ഒരു 4 പേരും കൂടെ പാടിയിട്ട് നോക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ കുമാർ സാനു നമ്മൾ ആ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അങ്ങനെ ഒരു പാട്ട് പാടാം. മേരാ ദിൽ ഭി കിത്നാ പാഗൽ ഹൈ യേ പ്യാർ തോ തുംസേ കർതാ ഹൈ पर सामने जब तुम आते हो, पर सामने जब तुम आते हो, कुछ भी कहने से डरता है ओ मेरे साजन, ओ मेरे साजन, साजन साजन मेरे साजन. मेरा दिल भी कितना पागल है ये प्यार तो तुमसे करता है. കുമാസാന്റെ പാട്ടിൽ ആ സമയത്ത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ട പാട്ട്. നല്ല മെലോഡിയസ് ആണ്. അങ്ങനെ വോയിസിനൊക്കെ ഭയങ്കര ആപ്റ്റാണ്. ഇതൊക്കെയാണ് ആക്ച്വലി നമ്മളെ വിശേഷങ്ങൾ. ഏകദേശം കുറെ വിശേഷങ്ങളായി. അതെ അതെ അതെ, പെട്ടെന്ന് സമയം പോണെന്ന് അറിഞ്ഞില്ല. നല്ല രസത്തിൽ അതിങ്ങനെ പറഞ്ഞു തന്നോണ്ട് ഞാനിങ്ങനെ ഇരുന്ന് കേട്ടു. മീനാക്ഷി ഓൾസോ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. വളരെ സന്തോഷം. 1 hour പോയത് അറിഞ്ഞില്ല. അപ്പൊ ഇനി എല്ലാ അപ്കമിംഗ് പ്രൊജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. രാജാ സാറിന്റെ പാട്ട് കിട്ടട്ടെ. കമ്പോസർ ഒരു പുതിയ കമ്പോസിംഗ് ആയിട്ട് അത് അത്യാഗ്രഹമാണോ? അത്യാഗ്രഹമാണെങ്കിൽ പോലും ആയിക്കോട്ടെ, അതങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഒരു ലൈനെങ്കിലും അറ്റ്ലീസ്റ്റ് പുള്ളിയെ കാണാനും പറ്റുകയെന്നുള്ളതാണ് ലൈഫിലെ വലിയൊരു ആഗ്രഹം. എന്നാലും ഒരാഗ്രഹം ഉണ്ട്, അങ്ങനെ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അത് അത്യാഗ്രഹമാണെന്ന് പലരും പറയാതിരിക്കാം, പക്ഷെ അത് ആഗ്രഹം തന്നെയാണ്. എനിക്കൊരു വല്ലാത്തൊരു ലൈനെങ്കിലും പാടാൻ പറ്റുകയാണെങ്കിൽ. അപ്പൊ അടുത്ത ഓണത്തിന് ഓണപ്പാട്ടായിട്ട് നമുക്ക് കാണാം. അത് ഞാൻ എന്തായാലും ആദ്യം അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാമും എല്ലാം ആക്റ്റീവ് ആക്കി നെറ്റ്വർക്കിംഗ് എല്ലാം ഒന്ന് വലുതായി വരട്ടെ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ആൻഡ് എന്താ പറയാ, എന്നെ ഇന്ന് വിളിച്ചതിന് തന്നെ ഒരുപാട് സന്തോഷം. MC ഓഡിയോസ്, താങ്ക് യു. എൻ്റെ ഒരു പാട്ട് MC ഓഡിയോസിലൂടെ വന്നിട്ടുണ്ട്. നീലരാത്രി എന്ന് പറഞ്ഞ പടത്തിനകത്ത് എൻ്റെ ടൈറ്റിൽ സോങ് MC ഓഡിയോസ് ആണ് പാട്ട് എടുത്തിരുന്നത്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കോളിങ് മീ. ഇങ്ങനൊരു നല്ലൊരു എന്താ പറയുക, കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ പബ്ലിക്കിനോട് അറിയിക്കാൻ പറ്റി. മോറോവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു മീനാക്ഷി എനിക്ക്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഈസി ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്.